السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أما بعد، اللهم ألهمنا مراشد أمورنا وأعذنا من شرور نفوسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ربكم الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر فتبارك الله رب العالمين. صدق الله العظيم. وقال النبي صلى الله عليه وسلم: من يرد الله به خيرا يفقهه في الدين أو كما قال عليه الصلاة والسلام. ആദരണീയരായ ഉസ്താദന്മാരെ, ഉലമാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും പൂർണ്ണമായ നിലയിൽ കബൂലാക്കുമാറാകട്ടെ. ഒരുപാട് സമയം നിശ്ചയിച്ച് ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. മദ്ഹബും അതിൻ്റെ ആവശ്യകതയും. ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന്. ലോകത്താർക്കും സംശയിക്കാൻ നിർവാഹമില്ലാത്ത, ആർക്കും എതിരഭിപ്രായം പറയാൻ അർഹതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തിനു ചർച്ച ചെയ്യുന്നു? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലത്ത് മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മരിക്കുമെന്ന് ആർക്കും സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ ആളുകൾ ആക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, അതൊരു വിഷയമാണ്. അങ്ങനെ ഒരു പരാതിയും അല്ലെങ്കിൽ ഒരു വിമർശനവും പറയാനുണ്ടോ? ലോകത്ത് ഇത്രയും കാലം ആരെങ്കിലും ശാശ്വതമായി ജീവിച്ചിരുന്ന ചരിത്രമുണ്ടെങ്കിലല്ലേ പിന്നെ അതിനെക്കുറിച്ചൊരു ആക്ഷേപവും വിമർശനവും പറയുക. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇൻ മിത ഫഹുമുൽ ഖാലിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, തങ്ങൾക്ക് മുമ്പ് ആരും ഇവിടെ ജീവിച്ചിരുന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഒരു വിമർശനം പറയുന്നത്? ഇനി തങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. തങ്ങൾ മരിച്ചുപോയാൽ അവരിവിടെ കിടക്കുവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ നിലയിൽ ആളുകളോട് ചോദിച്ചു.
അപ്പൊ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട, സംശയിക്കേണ്ട, വിമർശിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. എന്നതുപോലെ ഇവിടെയും മദ്ഹബും അതിന്റെ ആവശ്യകതയും എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ മരണത്തെ സംബന്ധിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞു, ചില ആളുകൾക്ക് ഇപ്പോഴും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, തങ്ങളങ്ങ് മരിച്ചു പോയാൽ പിന്നെ ഈ ദീനെല്ലാം തീരൂല്ലേ എന്ന് അവർ പിന്നെയും ചോദിക്കുന്നു. എല്ലാവർക്കും ഉള്ളതാണ് മരണമെന്ന് പറഞ്ഞിട്ട് ആർക്കും ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ട് കട്ടിക്ക് തന്നെ പറഞ്ഞേക്കാം, അല്ലാഹു തഅക്കീദ് ചെയ്തു പറഞ്ഞു, ഇന്നക മയ്യിതും വ ഇന്നഹും മയ്യിതൂൻ. ഉറപ്പായിട്ടും നിശ്ചയം തീർച്ചയായും തങ്ങൾ മരിക്കും, അവരും മരിക്കും, അവരും എല്ലാവരും ഉറപ്പായിട്ടും മരിക്കുന്നവർ. അപ്പൊ ആളുകൾക്ക് സംശയം മാറുന്നില്ല എന്ന് തോന്നിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കടുപ്പത്തി പറഞ്ഞു. ചിലപ്പോ ഇനി അങ്ങനെ സംശയം മാറാത്തതിന്റെ പേരിലെങ്ങാനും ആയിരിക്കും ഇങ്ങനെ ഒരു ചർച്ച വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ട് അങ്ങനെ സംശയമുള്ളവരോ സംശയിക്കണമെന്ന് തോന്നുന്നവരോ ആണെന്ന് എനിക്കും തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അല്ലാഹു അല്ലാ. മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്തോ പേര് പറഞ്ഞപ്പോൾ ഒരു പുതിയ കാര്യമാണെന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ട് ദീനിൽ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം പറയുന്നല്ലോ എന്ന് വിചാരിച്ച് പുതിയത് കേട്ടാൽ എതിർക്കണമല്ലോ. ദീനിൽ പുതിയതായ ഒരു കാര്യവും ആരും കൊണ്ടുവരരുത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദീനിൽ ഇല്ലാത്ത, നമ്മളുടെ ഈ ദീനിൽ പുതിയതായി ആരെങ്കിലും ഒരു കാര്യം കടത്തിക്കൂട്ടിയാൽ അതിനെ എതിർക്കപ്പെടേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പുതിയ കാര്യം കാണുമ്പോൾ അത് എതിർക്കൽ നമ്മളുടെ ബാധ്യതയാണ് എന്ന് വിചാരിച്ചായിരിക്കാം ചിലപ്പോൾ ആളുകൾ അങ്ങനെ എതിർക്കുന്നത്. ആ എതിർക്കുന്നവർ എന്താണോ ചെയ്യുന്നത് അതിന്റെ പേരാണ് മദ്ഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദീനിനെതിരായ എന്തെങ്കിലും കാര്യം കണ്ടാൽ അതിനെ എതിർക്കപ്പെടേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ്. അങ്ങനെ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പുതിയതായി ഒന്നും ഉണ്ടായില്ല, യാതൊരു കാര്യവും പുതിയതായി ഉണ്ടായില്ല. പുതിയതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയതായി പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് തള്ളപ്പെടേണ്ടതല്ല, കൊള്ളേണ്ടതാണ്. അതാണ് ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് അല്ലാഹുവിങ്കൽ നിന്ന് കൊണ്ടുവന്നോ അതാണ് ദീൻ. വമാ ആതാകുമുർ റസൂലു ഫഖുദുഹു വമാ നഹാകും അൻഹു ഫന്തഹു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതാണ് ദീൻ. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പുതിയതായ യാതൊരു കാര്യവും ഉണ്ടായില്ല. തങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും ആരെങ്കിലും ദീനിൽ പുതിയതായി ഉണ്ടാക്കിയാൽ അതിനെ തള്ളപ്പെടേണ്ടതാണ്, അതിനെ എതിർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് ശേഷം പലതും പുതിയതായി ഉണ്ടായി. പുതിയതായി ഉണ്ടായപ്പോൾ അതിനെ ആ കാലത്തുണ്ടായിരുന്ന ആളുകൾ, സഹാബാക്കളുടെ കാലത്ത് സഹാബാക്കൾ, അവരെ കണ്ട് താബിഈങ്ങളുടെ കാലത്ത് താബിഈങ്ങൾ, അവരെ കണ്ട് തബഉ താബിഈങ്ങളുടെ കാലത്ത് തബഉ താബിഈങ്ങൾ, അതിനുശേഷമുള്ള ആളുകൾ ഓരോരോ കാലത്തും അയിമ്മത്തുകൾ അവരവരുടെ കാലത്ത് ഇങ്ങനെ പുതിയതായ കാര്യങ്ങൾ ഉണ്ടായതിനെ കണ്ട് അവർ തടുക്കുകയുണ്ടായി, എതിർക്കുകയുണ്ടായി, തള്ളുകയുണ്ടായി. ഇന്നും ആ ജോലി നടന്നുകൊണ്ടിരിക്കുന്നു. ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ, ഉണ്ടാക്കിയാൽ അതിനെ എതിർക്കുന്ന ജോലി. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം പുതിയത് മദ്ഹബ് അതിനെ എതിർക്കണമെന്ന് എതിർക്കുന്ന ആളുകൾ പറയുന്നു. പക്ഷെ അവർ എതിർക്കുന്നത് മുൻഗാമികളായ സഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ചെയ്ത ആ ജോലിയെ പിൻപറ്റി തഖ്ലീദ് ചെയ്താണ് അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ എതിർപ്പേ തഖ്ലീദാണ്. പിന്നെ ഇതിനെ വേറെ തഖ്ലീദിനെ കുറിച്ച് അവർ ഇല്ലാത്തത് പറയുന്നത്. അവർ എതിർക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഇന്നോളം തുടർന്നു വന്ന മുഴുവൻ ആളുകളെയും പിൻപറ്റിക്കൊണ്ട് അവർ ചെയ്ത അതേ ജോലി തന്നെ ഇവരും തഖ്ലീദ് ചെയ്യുന്നു, ദീനിലില്ലാത്ത കാര്യത്തെ എതിർക്കുക എന്ന്. പിന്നെ എങ്ങനെ തഖ്ലീദിനെ എതിർക്കാൻ സാധിക്കും? ചെയ്യുന്നവർ തന്നെ തഖ്ലീദാണ് ചെയ്യുന്നത്. എപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ വാദിക്കുന്നു, ഞങ്ങൾ തഖ്ലീദാണ്, ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്ത് കാണിച്ച കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എതിർക്കുന്നത്. ഇപ്പൊ എതിർക്കുന്നവരുടെ എതിർപ്പേ തഖ്ലീദാണ്.
ആ നിലയ്ക്ക് പിന്നെ അതിന്റെ ആവശ്യകത എന്താണെന്ന് ആരോടാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുക. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു ആവശ്യമായ കാര്യമൊന്നുമല്ല. പിന്നെ പുതിയ കാര്യമാണോ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞു. അത് പ്രാവർത്തികമാക്കുന്നത് ഒരിക്കലും പുതിയതാവുകയില്ല. കാരണം അത് പ്രാവർത്തികമാക്കുന്നതിന് ജനങ്ങളെ പരിശീലിപ്പിക്കുകയും പരിചയപ്പെടുത്തി എടുക്കുകയും ചെയ്യാനാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചത്. തങ്ങൾ ആ ജോലി ചെയ്യുന്നത് കണ്ട് തങ്ങൾക്ക് ശേഷമുള്ള സഹാബാക്കൾ താബിഈങ്ങളെല്ലാം അതേ ജോലിയാണ് ചെയ്തത്. അങ്ങനെ അവർ ചെയ്ത് കാണിച്ചു തന്ന അള്ളാഹുവിന്റെ നിർദ്ദേശം ലോകത്ത് നടപ്പിലാവുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അത് ദീനിൽ ഇല്ലാത്തതാണെന്ന് പറയുക ഇത് വലിയ അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടണം, അനുസരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം, വഴിപ്പെടണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ടാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനായി. വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിക്കൽ, വഴിപ്പെടൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടം കൊണ്ട് നിർത്തിയില്ല. അല്ലാഹു തന്നെ പറഞ്ഞു, വ ഉലിൽ അംരി മിൻകും, വ ഉലിൽ അംരി മിൻകും. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ അള്ളാഹുവിന്റെ കൽപ്പനകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങളെയും ശരിയായ നിലയിൽ മനസ്സിലാക്കി അതിനെ നിങ്ങൾക്ക് പ്രായോഗികമായ നിലയിൽ പറഞ്ഞ് പഠിപ്പിച്ച് തരാനും പ്രാവർത്തികമായി കാണിച്ചു തരാനും യോഗ്യരായ ആളുകൾ, അങ്ങനത്തെ ആളുകളെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അനുസരിച്ചു കൊള്ളണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിനെ അനുസരിക്കണം, എക്കാലത്തും അള്ളാഹുവിനെ അനുസരിക്കണം, അതിന് മാറ്റമില്ല. രണ്ടാമത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ വഴിപ്പെടണം, അനുസരിക്കണമെന്ന്. റസൂലിനെ വഴിപ്പെടുന്നത് നേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളുടെ ജീവിതകാലത്ത് വഴിപ്പെടണം. തങ്ങളുടെ ജീവിതകാലത്തിന് ശേഷം തങ്ങളെ വഴിപ്പെടൽ, തങ്ങളുടെ നിർദ്ദേശങ്ങളെ, തങ്ങളുടെ കൽപ്പനകളെ, തങ്ങളുടെ ഉപദേശങ്ങളെ അനുസരിച്ച് ജീവിക്കലാണ്. ആ ഉപദേശങ്ങൾ നമ്മളുടെ മുമ്പിൽ ഇന്ന് ഹദീസിന്റെ രൂപത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ ജീവിതവും സുന്നത്തിന്റെ രൂപത്തിൽ നമ്മളുടെ മുന്നിലുണ്ട്. ഇതിനെ വഴിപ്പെടലാണ്. ഇതും നടക്കും. ശേഷം അല്ലാഹു തആല പറഞ്ഞു, ഉലിൽ അംരി മിൻകും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കണം, അള്ളാഹുവിനെ അനുസരിക്കണം. ഇതെല്ലാവരോടുമുള്ള കൽപ്പനയാണ്. സഹാബാക്കളോട് മാത്രമല്ല, താബിഈങ്ങളോട് മാത്രമല്ല, തബഉ താബിഈങ്ങളോട് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാവരോടുമുള്ള കൽപ്പനയാണ് അതീഉല്ലാഹ വ അതീഉർ റസൂൽ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണമെന്ന്. മൂന്നാമത്തെ കൽപ്പന ഉലിൽ അംരി മിൻകും. ഇതും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകളോടുമാണ് കൽപ്പന. സഹാബാക്കളുടെ കാലത്തുള്ള ആളുകൾ ഈ ആയത്തോതിയിരുന്നു, ഉലിൽ അംരി മിൻകും. അവരോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഉലിൽ അംർ അവരെ നിങ്ങൾ അനുസരിക്കണം. സഹാബാക്കളുടെ കൂട്ടത്തിൽ ആരായിരുന്നു ഈ അനുസരിക്കേണ്ട ആളുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചു, പല വിഷയങ്ങളിലും നിർദ്ദേശം നൽകി. സഹാബാക്കളോട് മുഴുവനായി പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായെ സൂചിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കൊണ്ട്, ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കറിൻ വ ഉമർ. നിങ്ങൾ ആരെ വഴിപ്പെടണം, ആരെ നിങ്ങൾ പിൻപറ്റണം, ആരെ അനുസരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് തങ്ങളുടെ മുന്നിലുള്ള സഹാബാക്കളോട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾക്ക് എന്നെ കണ്ട് ജീവിക്കാം, അനുസരിക്കാം, എന്നെ കണ്ട് വഴിപ്പെടാം, എന്റെ കൽപ്പനകൾ നിങ്ങൾക്ക്
പൂർത്തിയാക്കാം, ഞാൻ പറയുന്നത് പോലെ ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് ചോദിക്കാം, ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾക്കത് പ്രവർത്തിക്കാം, രക്ഷപ്പെടാം. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുക്കൽ എക്കാലവും കാണുകയില്ല, എക്കാലവും ഞാൻ നിങ്ങളോടൊപ്പം കാണുകയില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി തന്നെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എത്ര കാലം നിങ്ങളോടൊപ്പം കാണുമെന്ന്. മാ അദ്രി മാ ബഖാഇ ഫീകും, എത്ര കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കാനും നിങ്ങൾക്ക് നിർദ്ദേശം നൽകാനും എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നേരത്തെ ഞാൻ പറയുന്നു, ഞാൻ എങ്ങാനും ജീവിതം അവസാനിപ്പിച്ച് നിങ്ങളുമായി വേർപെട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സംശയിക്കണ്ട. എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ കിടന്ന് വിഷമിക്കരുത്. നിങ്ങളോട് നേരത്തെ പറയുന്നു, എനിക്ക് ശേഷം ഈ രണ്ടു പേരെ നിങ്ങൾ പൂർണ്ണമായി പിന്തുടർന്നുള്ളൂ. അവരോട് ചോദിച്ച് ചെയ്യാനോ പറയുന്നതനുസരിക്കാനോ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇഖ്തിദ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുന്നതെന്തോ അതുപോലെ ചെയ്യുക. ഇമാമിന്റെ കൂട്ടത്തിൽ നമസ്കാരത്തിൽ ഒരാൾ കൈകെട്ടി ഇഖ്തിദ തുടർന്നു. എങ്ങനെ തുടരണം? ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞാൽ അല്ലാഹു അക്ബർ പറയണം, കൈകെട്ടിയാൽ കൈകെട്ടണം. ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞു, പക്ഷെ കൈ കെട്ടിയില്ല, കൈ അഴിച്ചിടുകയാ ചെയ്തത്. ഇമാമിന്റെ തക്ബീർ ശരിയായില്ല എന്ന് ഇമാമിന് തോന്നി, കൈ അഴിച്ചിട്ടു. പുറകിൽ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യണം? ഇമാമു തക്ബീർ ചൊല്ലിയല്ലോ എന്ന് വിചാരിച്ച് അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടി നമസ്കാരമാകുമോ? കാരണം ഇമാമ നിസ്കാരത്തിൽ കൂടിയിട്ടില്ല, ചേർന്നിട്ടില്ല, കടന്നിട്ടില്ല. പിന്നെ മഅ്മൂം എങ്ങനെ നിസ്കരിക്കും? അവനും കൈതാത്തിയിടണം. ഇമാം റുക്കുവിലേക്ക് പോകുന്നു, മഅ്മൂം ഓതിക്കൊണ്ട് നിൽക്കുന്നു. ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞു, മഅ്മൂം റുക്കുവിലേക്ക് പോയേക്കണം, ഓതൽ നിർത്തിയേക്കണം. റുക്കുവിൽ നിന്ന് ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു, മഅ്മൂം തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തീർന്നില്ല. മഅ്മൂം ഞാനെല്ലാം പറഞ്ഞു തീർന്നിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞാൽ മഅ്മൂം തല ഉയർത്തി. إنما جعل الإمام ليؤتم به فإذا ركع فاركعوا وإذا رفع فارفعوا وإذا قرأ فأنصتوا. ഇമാമിനെ തുടരണം. ഇതിന്റെ പേരായി ഇഖ്തിദാ. എന്ത് ചെയ്യുന്നോ അതുപോലെ ചെയ്യണം. ഇമാം സലാം വീട്ടിയാൽ സലാം വീട്ടിയേക്കണം. ഇമാം 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി, മഅ്മൂം എന്ത് ചെയ്യണം? ഇമാമിന് തെറ്റുപറ്റിയത് മനസ്സിലാക്കി തിരിച്ചു വരുമോ എന്ന് നോക്കണം. ഇമാമിനെ ഓർമ്മപ്പെടുത്തണം, സമയമായില്ല സലാം വീട്ടാൻ, എന്തോ അബദ്ധം പറ്റിപ്പോയതാണ്, ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം, തസ്ബീഹ് പറയണം. എന്നിട്ടും ഇമാമ് വരുന്നില്ല, ഇമാമ് തിരിച്ചു വരുന്നില്ല, അങ്ങനെ തന്നെ ചെയ്താൽ മഅ്മൂമിന്റെ ജോലിയും അത് തന്നെയാണ്. മഅ്മൂമിന് നമസ്കാരം സ്വന്തമായ നിലയിൽ പിന്നെ പൂർത്തിയാക്കുകയല്ല, ഇമാമിന്റെ നമസ്കാരവും കൂടെ ശരിയാക്കി പൂർത്തിയാക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ളുഹർ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ അസർ നമസ്കാരം 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടിയിട്ട് വീട്ടിലേക്ക് പോയി. സഹാബാക്കൾ എല്ലാവരും സലാം വീട്ടി. കുറെ പേര് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോയി. കുറെ ആളുകൾ അവിടെ ഇരുന്ന് അന്തം വിട്ട് അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരുന്നു. എന്താണ് തങ്ങൾ ചെയ്തത്? 4 റക്അത്തുള്ള അസർ നമസ്കാരം തങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടിയല്ലോ, നമ്മളും സലാം വീട്ടി. എന്താ സംഭവം? തങ്ങൾ ഇതുവരെയും പറഞ്ഞില്ല 2 റക്അത്താണെന്ന്, 4 റക്അത്ത് തന്നെയാണെന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം, പിന്നെ എന്താ സലാം വീട്ടിയത്? ചോദിക്കണം തങ്ങളോട്. ആർക്കും ധൈര്യമില്ല. ഒരു സഹാബി പോയി ധൈര്യമായി അങ്ങ് ചോദിച്ചു, തങ്ങളെ നമസ്കാരം 2ആക്കി അള്ളാഹ് ചുരുക്കിയതാണോ, അതോ തങ്ങൾ മറന്നെങ്ങാനും പോയി സലാം വീട്ടിയതാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ദാലിക ലം യകുൻ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. നമസ്കാരം ചുരുക്കപ്പെട്ടിട്ടുമില്ല, ഞാൻ മറന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. തങ്ങൾ വീട്ടിൽ വന്ന് പള്ളിയിലേക്ക് വന്നു, ഇരുന്ന സഹാബാക്കളോട് ചോദിച്ചു, അഖമാ യഖൂലുൽ ലദൈൻ, ഇദ്ദേഹം പറയുന്നത് പോലെയാണോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് ചോദിച്ചു. അപ്പൊ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ സഹാബാക്കൾ പറഞ്ഞു, തങ്ങളെ അങ്ങനെ സംഭവം ഉണ്ടായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് തക്ബീർ പറഞ്ഞു, ബാക്കി 2 റക്അത്തും പൂർത്തിയാക്കി സഹവിന്റെ സുജൂദ് ചെയ്ത് നമസ്കാരം പൂർത്തിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് രണ്ടാമത് വന്ന് കൈകെട്ടി. ബാക്കിയുള്ള എല്ലാവരും കൈകെട്ടി, കൂട്ടത്തിൽ കൂടി. നബി തങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ചു, അത്തഹിയ്യാത്ത് ഓതി, സഹവിന്റെ സുജൂദ് ചെയ്തു. എല്ലാവരും സഹവിന്റെ സുജൂദ് ചെയ്തു.
മഅ്മൂമിങ്ങൾ ആരും പറഞ്ഞില്ല നബിതങ്ങൾക്ക് മറതി പറ്റി 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി, ഞങ്ങൾ ആരും മറന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഞങ്ങളല്ലേ ഓർമ്മപ്പെടുത്തി കൊടുത്തത് തങ്ങൾക്ക്, പിന്നെ ഞങ്ങൾ എന്തിന് സഹവിന്റെ സുജൂദ് ചെയ്യണം, അതുകൊണ്ട് നബിതങ്ങൾ ചെയ്യട്ടെ, ഞങ്ങൾ കൂടുകയില്ല എന്ന് പറഞ്ഞ് സഹാബാക്കൾ ആരും ഇരുന്നില്ല. നബിതങ്ങൾ സഹവിന്റെ സുജൂദ് ചെയ്തു, സഹാബാക്കളും സഹവിന്റെ സുജൂദ് ചെയ്തു. നബിതങ്ങൾ സലാം വീട്ടി, എല്ലാവരും സലാം വീട്ടി. ഇമാമിനെ ഇങ്ങനെയാണ് പിന്തുടരേണ്ടത്. ഇതാണ് ഇഖ്തിദാ എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്ർ വ ഉമർ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇല്ലാതെയാകുമ്പോൾ, ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ, നിങ്ങൾ എനിക്ക് ശേഷം വരുന്ന ഈ 2 പേരെ പൂർണ്ണമായ നിലയിൽ പിന്തുടർന്നു ചെയ്തോളൂ. അവരെന്ത് ചെയ്തോ അത് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തു. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ സഹാബാക്കളോട്, സഹാബാക്കളെ, ഞാൻ മരണപ്പെട്ടു പോകും, എക്കാലവും ജീവിക്കുന്നവനല്ല, അതുകൊണ്ട് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒരു വഴിക്കും പോകരുത്, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലായ എന്നെയും മാത്രം വഴിപ്പെട്ട് ഞാൻ എന്ത് ചെയ്തു അത് മാത്രം ചെയ്ത് വേറെ ആരുടെ നേരെയും നോക്കാതെ നിങ്ങൾ ജീവിച്ചോളണം. ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് പഠിച്ചു വെച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾ എന്താണോ ഞാൻ പറഞ്ഞേക്കുന്നത് ആ കാര്യം മാത്രം ചെയ്ത് നിങ്ങൾ ജീവിച്ചോളണം. വേറൊരു വഴിയിലേക്കും പോകരുത്. എനിക്ക് ശേഷം പലരും ഉണ്ടാകും, അബൂബക്കറും ഉണ്ടാകും, ഉമറും ഉണ്ടാകും, ഉസ്മാനും ഉണ്ടാകും, അലിയും ഉണ്ടാകും, റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. വേറെയും പലരും വലിയ വലിയ ആൾക്കാരായിട്ട് വന്ന് നിങ്ങളോട് പല കാര്യങ്ങളും പറയും. അതൊന്നും നിങ്ങൾ കേൾക്കരുത്, നിങ്ങൾ അതൊന്നും അനുസരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എന്നെ അനുസരിക്കണം, അള്ളാഹുവിനെ വഴിപ്പെടണം. ഞാൻ പറഞ്ഞത് എന്താണോ അത് ചെയ്തോളണം എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടിയിരുന്നത്. പക്ഷെ സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. മാദ്രി മാ ബഖാഇ ഫീകും. അതുകൊണ്ട് എനിക്ക് ശേഷം നിങ്ങൾക്ക് തുടരാൻ ആളുകളുണ്ട്. ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്ർ വ ഉമർ. ഇവർ 2 പേരും പറയുന്നത് അനുസരിച്ച് നിങ്ങൾ പിന്തുടർന്ന് അവരെ പൂർണ്ണമായി നിങ്ങൾ പിൻപറ്റിക്കൊള്ളു. ചിലപ്പോൾ അവരോട് മാത്രം ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനോ അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനോ അവരോട് നിങ്ങൾക്ക് തുടരാൻ അവരെ നിങ്ങളുടെ മുന്നിലോ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വേറെയും പല ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ദാ ഈ ഉമ്മ അബ്ദ് ഇബ്നു ഉമ്മി അബ്ദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇയാൾ നിങ്ങളോട് എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിച്ചു, പറയുന്ന കാര്യം മുഴുവൻ നിങ്ങൾ അനുസരിച്ചോളി. അദ്ദേഹം പറയുന്നത് ശരിയാണ്, സത്യമാണ്, നിങ്ങൾ സത്യമാക്കി വിശ്വസിച്ചോളി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് ഹലാൽ ഹറാമിനെ കുറിച്ച് എവിടെയെങ്കിലും സംശയം വന്ന് എന്തെങ്കിലും ചോദിക്കണമോ? ചോദിച്ചു മുആദ് ഇബ്നു ജബലിനോട് പോയി ചോദിക്ക്. മുആദ് ഇബ്നു ജബൽ അഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം. ആരെങ്കിലും മരണപ്പെട്ട് നിങ്ങൾക്ക് മുതൽ വീതിക്കേണ്ടത് എങ്ങനെയാണെന്ന് സംശയം നേരിടുന്നു, നിങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് ഖുർആനിന്റെ ആയത്ത് വിശകലനം ചെയ്യാൻ സാധിച്ചില്ല, പഠിച്ചില്ല, എന്റെ ഹദീസിൽ എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞില്ല, ചിലപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഖുർആനിലും എന്റെ ഹദീസിലും കിട്ടിയില്ല, അന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരം അറിയണ്ടേ? ആരോട് ചോദിക്കണം? സയ്യിദ് ഇബ്നു സാബിത്തിനോട് ചോദിക്ക്. അഫ്റലുഹും സയ്യിദ് ഇബ്നു സാബിത്ത്. സയ്യിദ് ഇബ്നു സാബിത്ത് ഫറായിദിന്റെ അനന്തരാവകാശം വീതിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളാണ്. അദ്ദേഹത്തോട് ചോദിച്ച് നിങ്ങൾ ചെയ്തോ? ആരാ പറയുന്നത്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബാക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഇവരോട് ചോദിക്കും. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഖുർആനല്ലേ കൊടുത്തത്? ഖുർആൻ അംഗീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? സയ്യിദ് ഇബ്നു സാബിത്തിനോട് ചോദിക്കാനും മുആദ് ഇബ്നു ജബൽ പറയും പോലെ ചെയ്യാനും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നതൊക്കെ വിശ്വസിച്ചോളാനും അബൂബക്കർ ഉമറും ചെയ്യുന്നത് പോലെ കൂട്ടത്തിൽ കൂടി കുനിഞ്ഞോളാനുമാണോ പറയേണ്ടത്? ഇത് പഠിപ്പിക്കാനാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങോട്ട് അയച്ചത് അല്ലാഹുവിലേക്ക് ദഅവത്ത് ചെയ്യാനാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ഞാനും എന്നെ പിൻപറ്റിയവരും അല്ലാഹുവിലേക്കാണ് വിളിക്കുന്നത് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചു. അല്ലാഹു തആല നബി തങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അല്ലാഹുവിനെ അനുസരിക്കാനല്ല പറഞ്ഞത്. അബൂബക്കർ ഉമറിനെ പിൻപറ്റ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നത് കേൾക്ക്, മുആദ് ഇബ്നു ജബലിനോട് ചോദിക്ക്, സയ്യിദ് ഇബ്നു സാബിത്ത് പറയും പോലെ ചെയ്യ്. എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അനുസരിക്കണമോ? അനുസരിക്കാൻ അല്ലാഹു പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദുഹു വമാ നഹാകും അൻഹു ഫൻതഹു. നബി തങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചത് എന്താണോ ചെയ്തോ, അങ്ങനെ തന്നെ ചെയ്യണം.
അപ്പൊ നമുക്ക് ആവശ്യം വന്നാൽ, ഫറായിദിന്റെ ഇൽമിൽ ആവശ്യം വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സെയ്ദ് ഇബ്നു സാബിത്തിനോട് ചോദിക്കണം. സെയ്ദ് ഇബ്നു സാബിത്ത് എന്ത് പറയുന്നു അതനുസരിക്കണം. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായ പിൻപറ്റിക്കൊള്ളണം. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായോട് ചോദിക്കാൻ പോലും പറഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്തു. കൂടെ കുനിഞ്ഞോളാനാ പറഞ്ഞത്. അവർ കുനിഞ്ഞോ, നിവർന്നോ, കിടന്നോ, നടന്നോ. ഇഖ്തദു ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കർ വ ഉമർ. അവരോട് തെളിവ് ചോദിക്കാൻ പറഞ്ഞില്ല. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായ എന്തെങ്കിലും പറയുമ്പോൾ ഏതായത്തിലാ ഉള്ളത്? അല്ലാഹ് എന്താ പറഞ്ഞേക്കുന്നത്? ഖുർആനിന്റെ ആയത്ത് ഏത് ഹദീസിലാ ഉള്ളത്? ബുഖാരിയാണോ, മുസ്ലിമാണോ, അബൂദാവൂദാണോ, തിർമിദിയാണോ? ചോദിക്കാൻ പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. നാളുകൾ ചോദിക്കുന്നല്ലോ, എന്തെങ്കിലും ഹദീസ് പറഞ്ഞു ബുഖാരിയിലുണ്ടോ? എടുത്തതേ ചോദിക്കുന്നു. ബുഖാരിയിലില്ലെങ്കിൽ ഞങ്ങൾക്കില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഏത് ബുഖാരിയാ ഉണ്ടായിരുന്നത് ചോദിക്കാൻ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഏത് തിർമിദിയാ ഉണ്ടായിരുന്നത്? ആരെങ്കിലും ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹുമായോട് ഖുർആനിലെ ഏതായത്ത് കൊണ്ടാ പറഞ്ഞതെന്ന്? ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്, മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് ചില ആളുകൾ വന്ന് ഹജ്ജിന്റെ ഒരു കാര്യത്തെക്കുറിച്ച്, മസലയെക്കുറിച്ച് ചോദിച്ചു. ഹജ്ജിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം നിയമം പറഞ്ഞു. വന്ന ആളുകൾ ചോദിച്ചു, ഏത് ഹദീസിലുള്ളതാണ്, ഏതായത്തിലുള്ളതാണ് ഈ കാര്യം, എന്താണ് ഇതിന്റെ തെളിവ് എന്ന് ചോദിച്ചു. ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, കരിഹഹ ഉമറു വ ഉസ്മാൻ, കരിഹഹ ഉമറു വ ഉസ്മാൻ. ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ ആ കാര്യം ചെയ്യരുത്, തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും അത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വീണ്ടും ചോദിച്ചവര് ഏത് ഹദീസിലാ ഉള്ളത്, ഏതായത്തിലാ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, കരിഹഹ ഉമറു വ ഉസ്മാൻ. ഞാൻ പറയുന്നു, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ആ കാര്യം ശരിയല്ല എന്ന് പറഞ്ഞു. അവരത് ചെയ്യരുത്, തെറ്റാണ്, കറാഹത്താണെന്ന് പറഞ്ഞു. അവരിഷ്ടപ്പെടാത്ത കാര്യം ചെയ്യരുത്. പിന്നെ എന്തിന് തെളിവ് ചോദിക്കുന്നു? ഹദീസും ഖുർആനും ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് ഏത് ഹദീസ്, ഏത് ആയത്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു എന്ന് തെളിവല്ലേ ചോദിക്കുന്നത്? ആ തെളിവ് ചോദിക്കാൻ നിങ്ങൾ ചോദിക്കുന്ന കാര്യം തെളിവായിട്ട് ഹദീസോ ആയത്തോ ഏതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു എന്നുള്ള തെളിവാണ് ചോദിക്കുന്നത്. ഇൽമിനെ കുറിച്ച് ചോദിക്കുകയാണ് എങ്കിൽ അവർ രണ്ടുപേരുടെ ഇൽമാണ് യഥാർത്ഥത്തിൽ ഇൽമ്. അവർ പറഞ്ഞതാണ് അറിവ്. ഇനി അവർ പറഞ്ഞത് ഖുർആനിന്റെയോ ഹദീസിന്റെയോ തെളിവുകൾ വെച്ചിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, അതിൽ കാണാത്തത് കൊണ്ട് അവർ സ്വന്തം മനസ്സിലാക്കിയ അഭിപ്രായമനുസരിച്ചാണെന്ന് പറഞ്ഞതെങ്കിൽ അവർ രണ്ടുപേരുടെയും അഭിപ്രായമാണ് സ്വീകരിക്കാൻ പറ്റിയത്. അത്രയും യോഗ്യത എന്റെ അഭിപ്രായത്തിൽ ഇല്ല. പിന്നെ നിങ്ങൾ എന്തിന് എന്നോട് ചോദിക്കുന്നു അതിന്റെ തെളിവ്? മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്. താബിഈങ്ങൾ എന്താ പറഞ്ഞത്? സഹാബാക്കൾ പറഞ്ഞത് എന്താണോ അത് ചെയ്യുക. എന്താ മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹയോട് ചോദിച്ചവർക്ക് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു ആയത്ത് എവിടെയാണ്, ഹദീസ് എവിടെയാണെന്ന്? അല്ലെങ്കിൽ ചോദിച്ചതിന് മറുപടിയെങ്കിലും പറയണ്ടേ? ആയത്തും ഹദീസും ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണെന്ന്? അവർ അതല്ല പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സഹാബാക്കളിൽ അറിവുള്ള ആളുകളോട് ചോദിച്ച് ചെയ്യാൻ പഠിപ്പിച്ചു, അവരെ പിന്തുടരാൻ പഠിപ്പിച്ചു. അങ്ങനെ പറഞ്ഞ ആളുകൾ, ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, ഈ ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്യുന്നത് നിങ്ങളും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനത്തെ ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുമാ ചെയ്ത കാര്യമാണ് കരിഹഹ ഉമർ വ ഉസ്മാൻ. തെളിവാണ്. മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്. താബിഈങ്ങളിൽപ്പെട്ട പ്രധാനി, നമ്മുടെ കാലത്തുള്ള ആളൊന്നുമല്ല പറഞ്ഞത്. ബുഖാരി മുസ്ലിം ഒന്നും ഉണ്ടായതിനു ശേഷം പറഞ്ഞതൊന്നുമല്ല, അതിനൊക്കെ മുമ്പേ പറഞ്ഞതാണ്. അന്നത്തെ തെളിവ് ചോദിച്ചപ്പോ പറഞ്ഞതാ കരിഹഹ ഉമർ വ ഉസ്മാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ ചെയ്യാൻ പറഞ്ഞത്. അറിവുള്ളവരോട് ചോദിച്ച് അവര് പറയുന്നത് ചെയ്യണം. ആരാ അറിവുള്ളവർ? യഥാർത്ഥത്തിൽ അറിയാവുന്ന ആളുകൾ. അറിവുള്ളവരെന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞാൽ അത് അറിവുള്ളവരാവുകയില്ല. എല്ലാവരും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക, മദ്ഹബ് എന്താണെന്നും അതിന്റെ ആവശ്യം എന്താണെന്നും പറയുമെന്ന് വിചാരിച്ച് ഇങ്ങനെ കടലാസും പേനയായിട്ട് കാത്തിരിക്കുക എഴുതാൻ വേണ്ടി.
പറയുന്നതൊന്നും എഴുതാൻ പറ്റിയതുമല്ല. ഇയാൾ വേറെന്തോ ഒക്കെ പറഞ്ഞ് സമയം കളയുകയാണല്ലോ എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉറക്കത്തിലാണോ? മദ്ഹബിന്റെ ആവശ്യകത എന്താണെന്ന് വേണമെങ്കിൽ കുറെ കിതാബുകളുടെ പേര് പറഞ്ഞ് അതിലുള്ള ഈ വാർത്തയൊക്കെ ഞാൻ പറഞ്ഞു തരാം. എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കും, അതെല്ലാം നിങ്ങളുടെ മദ്ഹബുകാർ തന്നെ ഉണ്ടാക്കി വെച്ച കിതാബല്ലേ? അത് ഈ പറഞ്ഞ കാര്യം തന്നെയല്ലേ ഈ പറഞ്ഞത്? ഞങ്ങൾ അവരെ അംഗീകരിക്കണമെന്ന് എവിടെയാ പറഞ്ഞേക്കുന്നതെന്നാ ചോദിച്ചതെന്ന് പിന്നെ പറയും. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയാം. അല്ലെങ്കിൽ ഉള്ള കിതാബിന്റെ കുറെ ഉസൂൽ ഫിഖിന്റെയും കുറെ ഫിഖിന്റെയും കിതാബുകളുടെ ഇബാറത്തുകൾ അങ്ങ് മാറി നിരത്തിയാൽ മതി. നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടംപോലെ ഇബാറത്തുകളുണ്ട്. 4 മദ്ഹബിന്റെയും ഫിഖിന്റെയും ഉസൂലുൽ ഫിഖിന്റെയും തഫ്സീറിന്റെയും ഹദീസിന്റെ ശുറൂഹാത്തിന്റെയും കിതാബുകളിൽ ഈ കാര്യം എല്ലാവരും നിറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അത് കുറെ അങ്ങ് പറഞ്ഞു തന്നാൽ മതി, എല്ലാവർക്കും തൃപ്തിയാകും. കടലാസിനെ അങ്ങനെ നിരത്തി എഴുതി ഹവാലായും കൊണ്ട് പോകും. പക്ഷെ എല്ലാം കഴിയുമ്പോൾ ഇരുന്ന് ആലോചിച്ചിട്ട് ചോദിക്കും, ഇയാളും നമ്മളെ പറ്റിച്ചല്ലോ. തഖ്ലീദിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞങ്ങൾ വന്നത്. അയാൾ കുറെ മുഖല്ലിദീങ്ങൾ വേണമെന്ന് പറഞ്ഞേക്കുന്ന കാര്യം തന്നെ അവർ പറഞ്ഞതായിട്ട് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ അയാളും പൊട്ടനാക്കി. അതുകൊണ്ട് നിങ്ങളെ പൊട്ടനാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊട്ടനാകുന്നത്. ആരെങ്കിലും വേണമല്ലോ പൊട്ടനാകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. എനിക്ക് ആകെ കുഴപ്പം ഇതേ ഉള്ളൂ, ആര് പറഞ്ഞത് ചെയ്യാൻ? ഇത് പുതിയ കാര്യമല്ലേ? നേരത്തെ ഞാൻ എന്താ പറയേണ്ടതെന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഹസീന ഉസ്താദ് പറഞ്ഞു, ഒരുപാട് പേർക്ക് ഈ മദ്ഹബ് എന്തിനാ എന്നൊരു സംശയമുണ്ട്, വിമർശനമുണ്ട്. അപ്പം അതിൻ്റെ മറുപടിയൊക്കെ പറയണം. ഞാൻ പറഞ്ഞു, ആർക്കാ സംശയം ഉള്ളതെങ്കിൽ അതെല്ലാം ഒന്ന് എഴുതി തന്നാൽ ഒന്നിച്ച് മറുപടി പറയാമെന്ന്. പക്ഷേ ഇതുവരെയും സംശയം ഒന്നും എഴുതി തന്നില്ല. പിന്നെ എങ്ങനെ മറുപടി പറയും? ഇതുവരെ എഴുതി തന്നില്ല. എല്ലാവർക്കും സംശയം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റ് എന്റെ ഹദീസുകൾ അനുസരിച്ച് അമൽ ചെയ്യുന്ന അല്ല സഹാബാക്കളോട് പറഞ്ഞത്, ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കറിൻ വ ഉമർ ഇസ്തഖ്രിഉൽ ഖുർആന മിൻ അർബഅ മാ ഖാല ലക്കും ഇബ്നു ഉമ്മി അബ്ദിൻ ഫസദ്ദിഖു أعلمهم بالحلال والحرام معاذ بن جبل أفرضهم زيد بن ثابت أقلاهم علي أشدهم في أمر الله عمر صلى الله عليه وسلم. തങ്ങൾ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ച് അവരോട് ചോദിച്ചു പഠിക്കാൻ അവർ ചോദിച്ചു പഠിക്കുമായിരുന്നു. അത് കണ്ട് സഹാബാക്കൾ ചെയ്തു, താബിഈങ്ങൾ ചെയ്തു. എല്ലാവർക്കും ഇത് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ഹദീസുകൾ നേരിൽ കേട്ടവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിൽ കേട്ടവരാണ്. ഹദീസ് നേരിൽ കേട്ടവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഹദീസ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുകയില്ല. എന്റെ ഹദീസുകളിൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു ജോലിയുണ്ട്. ഹദീസ് എന്നിൽ നിന്ന് കേൾക്കുന്നു, കേട്ടതിനെ തെറ്റാതെ അപ്രകാരം തന്നെ ഒരു വ്യത്യാസവുമില്ലാതെ ഓർമ്മയാക്കി മനപ്പാടമാക്കി വെച്ച് മറ്റുള്ളവർക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കണം. കാരണം നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കുന്ന ഹദീസിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവരായിരിക്കും. സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നിൽ നിന്ന് നേരിൽ ഹദീസ് കേട്ട നിങ്ങൾക്ക് എന്റെ ഹദീസിന്റെ ആശയം മനസ്സിലാക്കാൻ, ഹദീസിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എല്ലാവരും ആ യോഗ്യത ഉള്ളവരല്ല. അതുകൊണ്ട് എന്റെ ഹദീസ് പറഞ്ഞതിനെ ഒരക്ഷരം പോലും തെറ്റാതെ കേട്ട് ഉറപ്പാക്കി മനപ്പാടമാക്കി വെച്ച് പിന്നീട് വരുന്ന ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർ നിങ്ങളെക്കാൾ കൂടുതൽ ഇതിനെ മനസ്സിലാക്കുന്നവരാണ്. അതിനു വേണ്ടി ആരെങ്കിലും എന്റെ ഹദീസിനെ മനപ്പാടമാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫവഅഹാ ഫബല്ലഗഹാ കമാ സമിഅഹാ ഫറുബ്ബ മുബല്ലഗിൻ ഔആ മിൻ സാമിഅ വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഗൈരി ഫഖീഹ് വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല അങ്ങനത്തെ ആളുകൾക്ക് വലിയ അനുഗ്രഹം ചെയ്യട്ടെ, അവരെ അല്ലാഹു തആല സന്തോഷവാനാക്കി വെക്കട്ടെ, അല്ലാഹു തആല അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കട്ടെ. എന്റെ വാക്ക് നേരിൽ കേട്ടിട്ട് അതിനെ ഓർമ്മയാക്കി ശേഷം വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തവർക്ക്. നിങ്ങൾക്കല്ല മനസ്സിലാകുന്നത്, നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാകുന്നവർ ശേഷം വരുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. നല്ലപോലെ നിങ്ങൾ എന്നെ കണ്ട് മനസ്സിലാക്കി പിൻപറ്റിക്കൊള്ളണം.
കാരണം നിങ്ങൾക്ക് ശേഷം പിന്നീട് നിങ്ങളെ തേടി ആളുകൾ വരും. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ലക്ഷ്യമുണ്ടായിരിക്കും. നിങ്ങൾ അവരെ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് കേട്ടുവെച്ചേക്കണം, ഇന്ന റിജാലൻ യഅതൂനകും മിൻ അഖ്താരിൽ അർളി യതഫഖഹൂന ഫീ ദീനില്ലാഹി ഫസ്തൗസൂ ബിഹിം ഖൈറാ. സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ഹദീസ് കേട്ടിട്ട് അതിനെ മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ ചിന്തിച്ച് ഇറങ്ങാൻ കഴിവുള്ളവർ പുറകെ വരും. അതുകൊണ്ട് നിങ്ങളുടെ ജോലി എന്തോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ ഹദീസിനെ മനഃപ്പാഠമാക്കി വെക്കണം. സമിഅ മഖാലതി ഫവഅഹ. തെറ്റിക്കരുത്, ഹർഫോ ഹർക്കത്തോ ഒന്നും തെറ്റിക്കരുത്. അങ്ങനെ തന്നെ മനഃപ്പാഠമാക്കി വെച്ചേക്കണം. അങ്ങനെ തന്നെ മനഃപ്പാഠമാക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കണം. ഫബല്ലഗഹ കമാ സമിഅഹ. എന്താ കാരണം അങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കണമെന്ന്? അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ ആളുകൾ കാണും, യോഗ്യത ഉള്ളവർ കാണും, പുറകെ വരും. അതിന് പറ്റിയ ആളുകൾ പിന്നീട് വരും. അവർ അത് മനസ്സിലാക്കിക്കൊള്ളും. നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾക്കിത് മനസ്സിലാക്കാനുള്ള യോഗ്യത എല്ലാവർക്കും ഇല്ല. താൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഹദീസിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ കഴിവില്ലാത്ത എത്രയോ ആളുകൾ ഹദീസ് പഠിച്ചു വെക്കുന്നു. അവർക്ക് ഫിഖ് പഠിച്ചു വെച്ചിട്ടുണ്ട് ഹദീസ്, പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന ഫിഖ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പണപ്പെട്ടി കയ്യിലിരിപ്പുണ്ട്, പക്ഷെ പണപ്പെട്ടിക്ക് അകത്തുള്ള പണം എന്താണെന്ന് അറിഞ്ഞുകൂടാ. റിസർവ് ബാങ്കിന്റെ പെട്ടികൾ ചുമന്നുകൊണ്ട് പോകുന്ന പോലീസുകാരുടെ കാവലിൽ വണ്ടി കയറ്റി തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് പോകുന്ന ചുമട്ടുകാരൻ റിസർവ് ബാങ്കിൽ നിന്ന് 100-ന്റെ നോട്ടിന്റെ കെട്ടുകൾ, 1000-ന്റെ കെട്ടുകൾ, 500-ന്റെ കെട്ടുകൾ പെട്ടിക്കകത്ത് അടച്ചു വെക്കും. എടുത്ത് തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് നടക്കും. വണ്ടിയിൽ കയറ്റാൻ ലോഡ് ചെയ്യും, അൺലോഡ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ ഈ ചുമക്കുന്നവനൊക്കെ അറിഞ്ഞുകൂടാ ഇതിരിക്കുന്ന 100-ന്റെ നോട്ടാണോ, 10-ന്റെ ആണോ, 5-ന്റെ ആണോ, 500-ന്റെ ആണോ, 1000-ന്റെ ആണോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതേ നിലയിൽ ഹദീസ് മനഃപ്പാഠമാക്കി ചുമന്ന് കൊണ്ട് നടക്കുന്ന എന്റെ സഹാബാക്കളുണ്ട്, ഗൈരി ഫഖീഹിൻ. അവർക്ക് അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ശരിയായി മനസ്സിലാക്കാൻ കഴിവുള്ളവരല്ല എല്ലാവരും. കഴിവുള്ള ആളുകളെ ഞാൻ വെച്ചിട്ടുണ്ട്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു, ഖുലഫാഉർ റാഷിദീങ്ങൾ, ഫുഖഹാഉസ് സഹാബ, ധാരാളം പേർ സഹാബാക്കൾ ആവശ്യത്തിനും മിച്ചത്തിനും ഓരോ ഭാഗത്തേക്കും അയച്ചേക്കുന്ന സഹാബാക്കൾ, ഓരോ ഭാഗത്തും പഠിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഹാബാക്കൾ, ഖുർആൻ പഠിപ്പിക്കാൻ, ഹദീസ് പഠിപ്പിക്കാൻ, ഫിഖ് പഠിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട സഹാബാക്കളുണ്ട്. ഇതെല്ലാം അറിയാം. എല്ലാവരും അങ്ങനത്തെവരല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഹദീസിനെ നിങ്ങൾ ശരിക്കും ഓർമ്മയാക്കി വെക്കീൻ. ഓർമ്മയാക്കി വെച്ചിട്ട് മനസ്സിലാകുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കീൻ. വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻ. തന്നെക്കാൾ കൂടുതൽ ഈ കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് ഹദീസ് നിങ്ങൾ പഠിച്ചു വെച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ ആളുകൾ പറയാറുണ്ട്, ഖുർആൻ മതിയല്ലോ, ഖുർആൻ മതി, പിന്നെ എന്തിനാ അതിനപ്പുറത്തേക്ക്? ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്നത് മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ച തിബിയാനൻ ലികുല്ലി ഷൈ. ഖുർആൻ എല്ലാത്തിന്റെയും വിവരണമുണ്ട്. പിന്നെ ഖുർആൻ ഉള്ളപ്പോൾ എന്തിനാ ഇനി വേറൊന്നിന്റെ ആവശ്യം? ആളുകൾ പറയും. എന്താ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യർക്ക് ഇറക്കി കൊടുത്തപ്പോ മനുഷ്യർക്ക് മാത്രം എല്ലാം വിവരണമുണ്ട്, എല്ലാം വിവരിച്ചു കൊടുത്തു. ആരിൽ ഇറക്കപ്പെട്ടോ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് മനസ്സിലായില്ല. അങ്ങനെ ഉണ്ടാകുന്നു. ഖുർആനിലുള്ളതെല്ലാം എല്ലാവർക്കും തിബിയാനൻ ലികുല്ലി ഷൈ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഖുർആൻ വളരെ വിശാലമാണ്, എല്ലാവർക്കും മനസ്സിലാകും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. നേരായ വഴി ഖുർആനിൽ നിന്ന് കിട്ടും. ഈ ഖുർആനിന്റെ വിശദീകരണം എന്തേ അല്ലാഹുവിന്റെ റസൂലിനെ അറിഞ്ഞുകൂടായിരുന്നോ? അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞു, ഖുർആന്റെ വിശദീകരണം തങ്ങൾ പറയരുത്. സ്വന്തം തങ്ങൾ പറയരുത് ഖുർആന്റെ വിശദീകരണം. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅദല ബി ഇന്ന അലൈനാ ജമഅഹു വ ഖുർആന
ഫൈദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ഖുർആൻ ഇറക്കി കൊടുത്തിട്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹിയോട്, ഖുർആൻ പഠിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട റസൂലുള്ളാഹിയോട് ഖുർആനിന്റെ ആയാത്തുകൾ ഓതുക മാത്രമല്ല, പഠിപ്പിച്ചു കൊടുക്കണം. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ തങ്ങളാണ് വിവരിച്ചു കൊടുക്കേണ്ടത്, വിവരിച്ചു കൊടുക്കാനാണ് ഞാൻ തങ്ങൾക്ക് ഇറക്കി തന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു. ഖുർആന്റെ വിശദീകരണം തങ്ങൾ സ്വന്തം പറയുന്നു. ഇന്ന അലൈനാ ജമഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ഖുർആനിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു തരും. എങ്ങനെ പറഞ്ഞു തരും? തങ്ങളുടെ ഹൃദയത്തിലേക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഗൈറു മത്ലൂവായ വഹി വഴിയായി ഇട്ടു തരും. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ. ഖുർആൻ മത്ലൂവായ വഹിയാണ്. ഖുർആനിന്റെ വിശദീകരണം ഗൈറു മത്ലൂവായ വഹിയാണ്. ഖുർആനിന്റെ അൽഫാദുകളും അല്ലാഹുവിങ്കൽ നിന്നാണ്, ഖുർആനിന്റെ മദ്മൂനും അല്ലാഹുവിങ്കൽ നിന്നാണ്. ഖുർആനിന്റെ അൽഫാദുകൾ അല്ലാഹുവിങ്കൽ നിന്ന് വന്നതാണ്, അതേപോലെ ഖുർആനിന്റെ മആനിയും അല്ലാഹുവിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തമായ നിലയിൽ വിവരിക്കാൻ, വിശദീകരിക്കാൻ അവകാശമില്ല. ഇന്ന അലൈനാ ബയാന, ഞാൻ പറഞ്ഞു തരുന്ന വിവരണം പറയണം. അപ്പൊ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം ഖുർആന്റെ വിവരണം അറിഞ്ഞുകൂടാ? ബാക്കി ലോകത്തുള്ള ആൾക്കാരെല്ലാവരും പറയുന്നു ഖുർആൻ ഞങ്ങൾക്കൊക്കെ അറിയാം, ഖുർആൻ ഉണ്ട്, പിന്നെ എന്തിനാ അതിനപ്പുറം? ഖുർആനല്ലേ ഖുർആൻ. ചില ആളുകൾ അവർക്ക് പേരേ വെച്ച് അഹ്ലുൽ ഖുർആൻ എന്ന്. ഞങ്ങൾ ഖുർആൻ മാത്രം അനുസരിക്കുന്ന ആളുകളാ. ഖുർആനാണ് അല്ലാഹു തആല ഇറക്കിയേക്കുന്ന അനുസരിക്കാൻ. അതുകൊണ്ട് ഖുർആനിലേക്കാണ് എല്ലാവരെയും വിളിക്കുന്നത്. ഖുർആനിന്റെ അഹ്ലുകാരൻ. എന്താ ഖുർആനിന്റെ അഹ്ലുകാരൻ എന്ന് പറഞ്ഞ അർത്ഥം അറിയോ? അഹ്ലുൽ ഖുർആൻ രണ്ടർത്ഥമുണ്ട്. അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ ആരെങ്കിലും വലിയ കാര്യമായിട്ട് നിന്ന് ഞങ്ങൾ കശാഫിലെ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾക്ക് കശാഫി ഡിഗ്രി ഉള്ളവരാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടർത്ഥമുണ്ട് അതിന്. ഒന്ന്, ഞങ്ങൾ കശാഫുൽ ഉലൂമിൽ പഠിച്ച് ഓതി തീർന്ന് ഉസ്താദന്മാരെ ഞങ്ങൾക്ക് സനദ് തന്നതിന്റെ പേരിൽ കശാഫി ഡിഗ്രി ഉള്ളവരാണ്, ഞങ്ങൾക്ക് ആ സനദ് കിട്ടിയവരാണ് എന്നുള്ളത് നേരെ അർത്ഥമാണ്. രണ്ടാമതൊരർത്ഥമുണ്ട്, ഞങ്ങൾ കശാഫികളാണ്, കശാഫുൽ ഉലൂമിൽ പഠിച്ചവരാണ് ശരിയായ ആളുകൾ, അതല്ലാതെ വേറെ ആരെയും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, വേറൊന്നും ഞങ്ങളടുത്ത് പറയുകയും വേണ്ട, കശാഫുൽ ഉലൂമിലെ കാര്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടുത്തെ ആളുകളാണ്, അതല്ലാത്ത മറ്റൊന്നും ഞങ്ങൾ അംഗീകരിക്കുകയില്ല. രണ്ടാമത് ഈ അർത്ഥമുണ്ട്. ഇതാണ് അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞ. എന്താ അർത്ഥം? ഞങ്ങൾ ഖുർആനിനെ സ്വീകരിക്കുന്ന അംഗീകരിക്കുന്നവരാണ് എന്ന് നേരെ അർത്ഥം കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടും. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം അതല്ല. ഖുർആൻ അല്ലാത്ത ബാക്കിയൊന്നും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഞങ്ങൾ ഹദീസിനെ നിഷേധിക്കുന്നവരാണ്. അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞ നേരെ അർത്ഥം ഞങ്ങൾ മുൻകിറുൽ ഹദീസാണ്, മുൻകിറുൽ ഹദീസാണ്. ഞങ്ങളുടെ അടുത്ത് ഹദീസ് ഒന്നും പറഞ്ഞുകൊണ്ട് വരണ്ട, ഹദീസ് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അതുപോലെ ചില ആളുകളുണ്ട് അഹ്ലുൽ ഹദീസ്. അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അവർ പറയും ഞങ്ങൾ അഹ്ലു ഹദീസ്. അല്ലോ, ഹദീസ് മാത്രം, ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യുന്നവർ. അമൽ ചെയ്യേണ്ടത് ഹദീസ് അനുസരിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞേക്കുന്ന കാര്യം അങ്ങനെ തന്നെ പിൻപറ്റണം. ഹദീസിന്റെ ആളുകളാ ഞങ്ങൾ, അതുകൊണ്ട് അഹ്ലുൽ ഹദീസ് ആണ് എന്ന് ചില ആൾക്കാർ. അഹ്ലുൽ ഹദീസ് രണ്ടു കൂട്ടരുണ്ട്. ഒന്ന്, ആരംഭകാലത്തുണ്ടായിരുന്ന സലഫിന്റെ കാലത്ത് ഒരു അഹ്ലുൽ ഹദീസ് ഉണ്ടായിരുന്നു. മുൻഗാമികളായ മഹാന്മാരുടെ കാലത്ത് അഹ്ലുൽ ഹദീസ് ഉണ്ട്. അന്ന് അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാതെ ഹദീസിന്റെ റിവായത്തിൽ, ഹദീസിന്റെ സൂക്ഷിപ്പിൽ, അതിന്റെ ലബത്തിലായി ജോലി ചെയ്തിരുന്ന, അതിൽ തന്നെ ജീവിതം കഴിച്ചുകൂട്ടിയ ആളുകൾ മുഹദ്ദിസീങ്ങൾ. നേരെ പറഞ്ഞാൽ മുഹദ്ദിസീങ്ങൾ. അവരുടെ എതിരിൽ ഫുഖഹാക്കളായ മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അഹ്ലുൽ ഹദീസ് എന്ന് അവർക്ക് പറയപ്പെട്ടിരുന്നത്. ഇത് ആദ്യകാലത്ത് അഹ്ലുൽ ഹദീസും പിന്നെ ഫുഖഹാക്കളും. ഫുഖഹാക്കളായി അറിയപ്പെട്ടിരുന്ന ആളുകൾ അവർ മുഹദ്ദിസീങ്ങളാണെങ്കിലും പക്ഷെ അവർക്ക് ഹദീസിന്റെ ജോലി കൂടുതൽ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ സാധാരണ പറയുമല്ലോ, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ അങ്ങേര് അഹ്ലുർ റഅയ്യ, ഫഖീഹാണ്, ഹദീസ് അറിഞ്ഞുകൂടാ. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ് ഹദീസ് ഒന്നും അറിഞ്ഞുകൂടാ, ഫിഖ് അറിയാം, ഫഖീഹാണ്, മുഹദ്ദിസ് ആയിട്ടല്ല, അഹ്ലുൽ ഹദീസ് അല്ല.
ഈ കാലമായിരുന്നു അന്ന്. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ്ക്ക് ഹദീസ് അറിഞ്ഞുകൂടാ എങ്കിൽ പിന്നെ ഈ ലോകത്ത് ആർക്കാ ഹദീസ് അറിയുന്നത്? ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹിൽ നിന്ന് ഹദീസ് പഠിച്ച, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹിയുടെ ശിഷ്യന്മാരിൽ നിന്ന് ഹദീസ് പഠിച്ച ആളുകളാണ് ഇന്ന് ലോകത്ത് മുഹദ്ദിസീങ്ങളായി അറിയപ്പെടുന്നവർ. അപ്പൊ അവർക്ക് ഹദീസ് കിട്ടി, പക്ഷെ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിന് ഹദീസ് അറിഞ്ഞുകൂടാ. വലിയ അത്ഭുതം തന്നെ. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹിയുടെ കിതാബുൽ ആസാർ, മുസ്നദ് ഇമാം അബി ഹനീഫ, ഹദീസിന്റെ കിതാബുകളാണ്. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ ആരിൽ നിന്ന് ഹദീസ് പഠിച്ചു, ആ നേരെ റിവായത്ത് ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് എഴുതപ്പെട്ട കിതാബാണ് മുസ്നദ് അബി ഹനീഫ. കിതാബുൽ ആസാർ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മഹുല്ലാ കിതാബുൽ ആസാറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹദീസിന്റെ കിതാബിൽ ലോകത്ത് ആദ്യമായിട്ടുണ്ടായ ഹദീസിന്റെ കിതാബാണ് കിതാബുൽ ആസാർ. പക്ഷെ അതിൽ സഹാബാക്കളുടെ അഖ്വാലുകളും ഫതാവകളും കൂടെ ചേർത്തെഴുതിയിരിക്കുന്നത് കൊണ്ട് ഹദീസ് മാത്രമുള്ള കിതാബല്ല, അതിന്റെ പേരിൽ ഹദീസിന്റെ കിതാബ് എന്നതിനെ കുറിച്ച് സാധാരണ നിലയിൽ പറയപ്പെടാത്തതാണ്. അതല്ലെങ്കിൽ ഇന്ന് ഉമ്മത്തിന്റെ കയ്യിലുള്ള ഹദീസിന്റെ ആദ്യത്തെ രചിക്കപ്പെട്ട കിതാബായി ഉള്ളത് കിതാബുൽ ആസാറാണ്. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹി, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹിയെ കുറിച്ച് അഹ്ലുൽ ഹദീസിന്റെ കൂട്ടത്തിൽ പെടുത്താത്തത് കൊണ്ട് ഹദീസ് അറിഞ്ഞുകൂടാ എന്ന് പറയും. പക്ഷെ ഇമാം മാലിക് റഹ്മഹുല്ലായും ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ എല്ലാം ഹദീസ് പഠിച്ചത് ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലായിൽ നിന്ന് ഹദീസ് പഠിച്ച ശിഷ്യന്മാരിൽ നിന്നും പഠിച്ച് അവർ മുഹദ്ദിസീങ്ങളായി. ഉസ്താദിന് ഹദീസ് അറിഞ്ഞുകൂടാ. അതെ, അത് ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലായുടെ ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചോളൂ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, അത് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടത്. അപ്പൊ ഒരു കാലത്ത് അങ്ങനെ ഹദീസുമായി മാത്രം ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് മുഹദ്ദിസീങ്ങൾ എന്ന് പറയുന്ന പതിവുണ്ടായിരുന്നു. ഇമാം അഅ്മശ് റഹ്മഹുല്ലാ, ഇമാം ആമിർ ശാബി റഹ്മഹുല്ലാ, ഇമാം അബൂ സുർഅ റഹ്മഹുല്ലാ, ഇങ്ങനെ മുൻഗാമികളായ മുഹദ്ദിസീങ്ങൾ, വലിയ പ്രശസ്തരായ പേരെടുത്ത മുഹദ്ദിസീങ്ങൾ. ഒരു പ്രാവശ്യം ഇമാം അഅ്മശ് റഹ്മഹുല്ലാ, സുലൈമാനുൽ അഅ്മശ്, ഹദീസിലെ വലിയ പ്രമുഖനായ പണ്ഡിതനാണ്. ലോകം അംഗീകരിക്കുന്ന വലിയ മുഹദ്ദിസീങ്ങളുടെ ഉസ്താദന്മാർ മശായിഖന്മാരിൽപ്പെട്ട ഇമാം അഅ്മശ് റഹ്മഹുല്ലാ. സഹീഹുൽ ബുഖാരി വായിച്ചു നോക്കിയാൽ കാണാം, ഇമാം ബുഖാരി റഹ്മഹുല്ലായുടെ നേരെയുള്ള ഉസ്താദന്മാരുടെ 3 അല്ലെങ്കിൽ 2 ദറജ മുകളിൽ ഇമാം അഅ്മശ് റഹ്മഹുല്ലായെ കാണാം. ഹദീസ് വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശൈഖന്മാരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇമാം അഅ്മശ് റഹ്മഹുല്ലാ ഒരു പ്രാവശ്യം അദ്ദേഹം ഹദീസിന്റെ മജ്ലിസിൽ ഇരിക്കുകയാണ്. ഹദീസിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ മജ്ലിസിൽ ഉണ്ട് നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹ്മഹുല്ലാ. നുഅ്മാൻ ഇബ്നു സാബിത്ത് റഹ്മഹുല്ലാ ആ മജ്ലിസിൽ ഇരിക്കുന്നു. ഇമാം അഅ്മശ് റഹ്മഹുല്ലാ ഹദീസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഹദീസിൽ വന്ന ഒരു കാര്യത്തെക്കുറിച്ച്, സംശയത്തെക്കുറിച്ച് ഇമാം അഅ്മശ് റഹ്മഹുല്ലായോട് ആരോ ആ മസല എന്താണെന്ന് ചോദിച്ചു. മസല ചോദിച്ചപ്പോൾ ഇമാം അഅ്മശ് റഹ്മഹുല്ലാ പറഞ്ഞു, ഇന്നമാ യുഹ്സിനു ജവാബ ഹാദാ അൻ-നുഅ്മാൻ ഇബ്നു സാബിത്ത്. ഇതിന്റെ മറുപടി ശരിക്ക് പറയാൻ നുഅ്മാൻ ഇബ്നു സാബിത്തിന് അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹമാണ് ഇതിന് പറ്റിയതെന്ന് പറയുന്നത് ലോക പ്രശസ്തനായ മുഹദ്ദിസ് ഇമാം അഅ്മശ് റഹ്മഹുല്ലാ. അദ്ദേഹത്തിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന നുഅ്മാൻ ഇബ്നു സാബിത്തിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇദ്ദേഹമാണ് ഇതിന് മറുപടി പറയാൻ ശരിയായ യോഗ്യതയുള്ള ആൾ, നല്ല മറുപടി അദ്ദേഹത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തോട് മറുപടി പറയാൻ പറഞ്ഞു കൊടുക്കാൻ. നുഅ്മാൻ ഇബ്നു സാബിത്ത് മറുപടി പറഞ്ഞു കൊടുത്തു. നുഅ്മാൻ ഇബ്നു സാബിത്ത് വേറെ ആരോ ആണെന്ന് വിചാരിച്ചല്ലേ, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലായുടെ പേരാ ഞാൻ പറഞ്ഞത്. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലായാണ് നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്നത്. ഇമാം അഅ്മശ് റഹ്മഹുല്ലായുടെ മജ്ലിസിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആള് ചോദിച്ച കാര്യത്തിന് മറുപടി പറയാൻ യോഗ്യനായിരിക്കുന്ന ആളാണെന്ന്. ആരാ? ഇമാം അഅ്മശ് റഹ്മഹുല്ലായുടെ അടുത്ത് ഹദീസ് പഠിക്കാൻ വന്ന മജ്ലിസിൽ ഹദീസ് കേട്ടുകൊണ്ടിരുന്ന നുഅ്മാൻ ഇബ്നു സാബിത്ത്. മറ്റൊരു സന്ദർഭത്തിൽ ഇമാം അഅ്മശ് റഹ്മഹുല്ലായോട് ഒരു മസല വന്നു ഹദീസിന്റെ മജ്ലിസിൽ. നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കൂടെ ഇരിപ്പുണ്ട്, അഥവാ സാക്ഷാൽ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ. മറുപടി ചോദിച്ചപ്പോൾ പറയാൻ അഅ്മശ് റഹ്മഹുല്ലായ്ക്ക് കിട്ടുന്നില്ല. അഅ്മശ് റഹ്മഹുല്ലാ അബൂ ഹനീഫ റഹ്മഹുല്ലായോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ മറുപടി? അബൂ ഹനീഫ റഹ്മഹുല്ലാ മസല പറഞ്ഞു.
പറഞ്ഞു കൊടുത്തപ്പോൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ചോദിച്ചു, എവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിന് തെളിവ് കിട്ടി? നിങ്ങൾ എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വേറെ എവിടെ നിന്നും പഠിച്ചില്ല. നിങ്ങൾ ഒരു ദിവസം ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ, നിങ്ങൾ നിവേദനം ചെയ്ത് പഠിപ്പിച്ചു തന്ന ഹദീസിൽ നിന്നുമാണ് ഞാനിതെടുത്തത് എന്ന് പറഞ്ഞു. അതിൽ നിന്നുമാണ് പറഞ്ഞത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, നഹ്നു സയാദില വ അൻതുമുൽ അതിബ്ബ. നഹ്നു സയാദില വ അൻതുമുൽ അതിബ്ബ. നിങ്ങളാണ് ഡോക്ടർമാർ, വൈദ്യന്മാർ, ഞങ്ങൾ മരുന്ന് കച്ചവടക്കാരാണ്. നിങ്ങൾ തുണ്ടെഴുതി കൊടുക്കുന്നത് കൊണ്ടുവരുമ്പോൾ നോക്കി മരുന്നെടുത്ത് കൊടുക്കാനേ ഞങ്ങൾക്കറിയാവൂ. രോഗികളെ നോക്കി രോഗം കണ്ടുപിടിച്ച് ചികിത്സ നിർദ്ദേശിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ അടുത്ത് മരുന്നുണ്ട്, തുണ്ടും കൊണ്ടുവന്നാൽ ഞങ്ങൾ മരുന്ന് കൊടുക്കും, മരുന്ന് കച്ചവടക്കാരാണ്. പക്ഷേ രോഗം നിർണയിച്ച് മരുന്ന് നിർദ്ദേശിക്കേണ്ടത് നിങ്ങളാണ്. അഥവാ ഞങ്ങളുടെ കയ്യിൽ ഹദീസ് ഉണ്ട്, ആര് വന്ന് ചോദിച്ചാലും ഞങ്ങൾ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾക്കും അത് തന്നെയാണ് ഞങ്ങൾ പകർന്നു തന്നത്. പക്ഷേ ആ ഹദീസിൽ എന്താണ് ഉള്ളത് എന്നും എങ്ങനെയാണ് അതിൽ നിന്ന് ഇതിനെ കണ്ടുപിടിക്കേണ്ടതെന്നും ഞങ്ങൾക്ക് അറിഞ്ഞു. അത് നിങ്ങളാണ്. മുഹദ്ദിസീങ്ങളുടെ നേതാവായ പ്രമുഖനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറയുന്നു, ഞങ്ങൾ മരുന്ന് കച്ചവടക്കാരാണ്, ഞങ്ങൾക്ക് മരുന്ന് കമ്പനിക്കാർ കൊണ്ടുവന്ന് തരുന്ന മരുന്നിന്റെ പേരും വെച്ചുകൊണ്ട് എടുത്തു തരാനേ, കാശ് മേടിക്കാനേ അറിയാവൂ. രോഗം നിർണ്ണയിക്കുന്ന ഡോക്ടർമാർ നിങ്ങളാണ്. അപ്പൊ ആർക്കാ ഹദീസ് അറിയാവുന്നത്? ഇപ്പൊ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അഹ്ലുൽ ഹദീസ് അല്ല, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അഹ്ലുൽ ഹദീസ് ആണ്. ഇതാണ് ഒരു കാലം. ഇമാം അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനായ ഇമാം അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയോട് ഹദീസ് പഠിച്ചുകൊണ്ടിരുന്നു. അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ ഒരു മസ്അല വന്നു. മസ്അല വന്നപ്പോൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ഇമാം അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നു, എന്താണ് ഇതിന്റെ നിയമമെന്ന്. ഇമാം അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞു കൊടുത്തു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ചോദിച്ചു, യാക്കൂബ്, അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹിയുടെ പേരെങ്ങനെയാണ്? യാക്കൂബ് എന്ന്. അദ്ദേഹം ചോദിച്ചു, യാ യാക്കൂബ്, മിൻ ഐന അഖദ്ത ഹാദാ? അബൂ യൂസുഫ്, യാക്കൂബേ, എവിടെ നിന്നാണ് നിങ്ങൾ ഇതിനെ പിടിച്ചെടുത്തത്? എവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടി? ഇതിന്റെ അടിസ്ഥാനം എന്താണ്, തെളിവെന്താണെന്ന് ചോദിച്ചു. അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, മിനൽ ഹദീസില്ലദീ ഹദ്ദസ്തനി, മിനൽ ഹദീസില്ലദീ ഹദ്ദസ്തനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ഇന്ന ഹദീസാണ് എന്ന് പറഞ്ഞിട്ട് ഫഹദ്ദസ്തുഹു, ഞാൻ ആ ഹദീസും പറഞ്ഞ് കേൾപ്പിച്ചു ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയോട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി എന്ത് പറഞ്ഞെന്നറിയാമോ? രസകരമായ വാക്കാ പറഞ്ഞത്. അന അഹ്ഫളു ഹാദൽ ഹദീസ മിൻ ഖബ്ലി അൻ യജ്മഅ അബവാക്. അന അഹ്ഫളു ഹാദൽ ഹദീസ മിൻ ഖബ്ലി അൻ യജ്മഅ അബവാക്. യാക്കൂബ്, നിന്റെ വാപ്പായും ഉമ്മായും തമ്മിൽ ചേരുന്നതിന് മുമ്പേ എനിക്ക് ഈ ഹദീസ് മനപ്പാടം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നൊന്നും ഇന്നലെയൊന്നും പഠിച്ച ഹദീസല്ല പറഞ്ഞു തന്നത്. നിങ്ങളുടെ വാപ്പ ഉമ്മായുമായിട്ട് ചേരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ ഹദീസ് അറിയാം. അഥവാ നിങ്ങളുടെ ജനനത്തെ കുറിച്ച് മാതാപിതാക്കൾ ആലോചിക്കുന്നതിന് മുമ്പ് മുതൽ ഞാൻ മനപ്പാടമാക്കി വെച്ചിരുന്ന ഹദീസാണ്. പക്ഷെ ഇത്രയും കാലം എന്റെ കയ്യിൽ ഇരുന്നിട്ടും ആ മാതാപിതാക്കൾ ചേർന്ന് അതിൽ നിന്ന് നിങ്ങൾ ജനിച്ച് പ്രായമായി വന്ന് എന്റെ മുമ്പിൽ ഹദീസ് പഠിച്ചുകൊണ്ടിരുന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുന്നത് വരെ ഈ മസല മനസ്സിലായില്ല ഹദീസിലുണ്ടായിരുന്നതാണ് എന്ന്. അല്ലാഹു അൻഹു അറിവുള്ള ആളാണെന്ന്, ആ വിവരമുള്ളവരെയാണ് പിൻപറ്റുന്നത്. അവലൗകാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഈ ആയത്ത് എന്തിനെ അസ്ഥാനത്ത് ഉപയോഗിക്കുന്നു? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ സ്ഥാനം മാറ്റി അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കുന്ന ഈ ദുഷ്ടന്മാരായ ആളുകൾ അല്ലാഹുവിന്റെ കിതാബിനെ മാറ്റിമറിക്കുന്നതിനെ കുറിച്ചെങ്കിലും പേടിക്കണ്ടേ? അള്ളാഹുവിന്റെ കിതാബ് ഏതൊരാശയത്തിൽ ഇറക്കിയോ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അള്ളാഹുവിന്റെ അടിമകളായ മുഅ്മിനീങ്ങളെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുന്ന ആളുകൾ നാളെ ആഖിറത്തിൽ ഇത് സമാധാനം പറയും. അള്ളാഹുവിന്റെ കിതാബിനെ വലിച്ചെറിച്ചതിന് യുഹർരിഫൂനൽ കലിമ അമ്മ വാദിഇഹി. അള്ളാഹു നിശ്ചയിച്ചത് മക്ക മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറക്കുന്നതിന് മുമ്പ് ആ പൂർവികന്മാരെ പിൻപറ്റിയ ആളുകളെ കുറിച്ച് പറഞ്ഞ ആയത്തിനെ മാറ്റി വെക്കുന്നു. ഇമാം ആദം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ നേർക്ക്, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹിയുടെ നേർക്ക്, ഇമാം മാലിക് ബിൻ അനസ് അസ്ബഹി റഹ്മത്തുള്ളാഹിയുടെ നേർക്ക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ നേർക്ക്. ആരാ ഇവർ? ആരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ? ആരാണ് ഇമാം മാലിക് ബിൻ അനസ്? ഏത് ഹദീസിലേക്കാണ് ഈ ആളുകൾ വിളിക്കുന്നത്?
ഏത് ഹദീസിലേക്കാണ് ഈ ആളുകൾ, ഈ പറയുന്ന വാദക്കാരെ വിളിക്കുന്നത്? നമ്മളെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ബുഖാരിയിലേക്ക്, മുസ്ലിമിലേക്ക്, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസിലേക്കല്ലേ വിളിക്കുന്നത്? ബുഖാരിയുടെ ഹദീസല്ലേ തെളിവായിട്ട് പറയുന്നത്? ബുഖാരി തന്റെ ഹദീസിന് തെളിവായി സ്വീകരിച്ച ആളാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹുൽ ബുഖാരി എഴുതിയിട്ട് ഇത് ശരിയാണോ എന്ന് നോക്കി സർട്ടിഫിക്കറ്റ് ചെയ്തു തരണമെന്ന് പറഞ്ഞ് കൊണ്ടേ കൊടുത്തത് അഹ്മദ് ബിൻ ഹംബലിന്റെ അടുക്കലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അലി ഇബ്നുൽ മദീനി, യഹ്യ ഇബ്നു മുഈൻ, ഈ 3 ഉസ്താദന്മാരുടെ അടുക്കലാ കൊണ്ടുപോയി കൊടുത്തത്. ഞാൻ എഴുതിയ ഹദീസ് ശരിയാണോ എന്നൊന്ന് പരിശോധിച്ചു തരാൻ. ഈ 3 പേര് പരിശോധിച്ച് സമ്മതിച്ചതിന് ശേഷമാണ് അദ്ദേഹം കിതാബ് തന്നെ ലോകത്തിന്റെ മുമ്പിൽ കൊടുത്തത്. ആ കിതാബിലേക്കാണ് വിളിക്കുന്നത്. ആര്? അഹ്മദ് ബിൻ ഹംബലിനെ തിരിച്ചു വിളിക്കും. എന്തൊരു വിരോധാഭാസമാണ്. യഹ്യ ഇബ്നു മുഈൻ റഹിമഹുല്ലാ, ഇമാം ബുഖാരി റഹിമഹുല്ലായുടെ പ്രധാനപ്പെട്ട ഉസ്താദാണ് യഹ്യ ഇബ്നു മുഈൻ. അദ്ദേഹം പക്ക ഹനഫി മദ്ഹബുകാരനാണ്. വെറും ഹനഫി മദ്ഹബുകാരനല്ല, സാധാരണ നിലയിൽ ചരിത്രം എഴുതുന്ന ആളുകൾ എഴുതാറുണ്ട് അദ്ദേഹം നല്ല തഅസ്സുബുള്ള ഹനഫിയാണ്. ആ മനുഷ്യന്റെ അടുത്താ പറഞ്ഞ തിരിച്ചു വരാൻ. എങ്ങോട്ട് തിരിച്ചു വരണം? ഞാൻ ശരിയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അംഗീകരിക്കപ്പെട്ട സഹീഹുൽ ബുഖാരിയിലേക്ക്, ഇമാം ബുഖാരി എഴുതിയ ഹദീസിലേക്ക് തിരിച്ചു വരാൻ പറയുന്നത്. ഇതാണ് വിവരമില്ലാത്ത ആളുകൾ. ഇതിനെ ഇവരുടെ നേരെയാണോ തിരിച്ചു വെക്കേണ്ടത്? എന്തൊരു അക്രമമായി ചെയ്യുന്നത്! അല്ലാഹു സുബ്ഹാനഹു വ തആല നേർബുദ്ധി കൊടുക്കട്ടെ മനുഷ്യന്. വിവരമില്ലാതെയായാൽ അന്നാസു അഅദാഉ മാ ജഹിലു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മജ്ലിസിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ഇമാം മുജാഹിദ് റഹ്മഹുല്ലാ, താഊസ്, ഇക്രിമ, അതാ റഹിമഹുമുല്ലാ, 4 പേരും ആ മജ്ലിസിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്നു. നഫൽ നമസ്കരിക്കുകയാണ്, കൈകെട്ടി. നഫൽ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നമസ്കരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഈ 4 പേരും പ്രധാനപ്പെട്ട ശിഷ്യന്മാർ, അറിയാവല്ലോ, താഊസ് റഹിമഹുല്ലാ, അതാ റഹിമഹുല്ലാ, ഇക്രിമ റഹിമഹുല്ലാ, മുജാഹിദ് റഹിമഹുല്ലാ, 4 പേരെ അറിയാത്ത ആലിമീങ്ങൾ ആരും ഉണ്ടാവുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ 4 പേരും ഇരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. നമസ്കാരത്തിൽ നിന്നപ്പോൾ ഒരു മനുഷ്യൻ വന്നു മജ്ലിസിലേക്ക്. ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് ഒരു മസല ചോദിച്ചപ്പോൾ ഇവർ 4 പേരും കൂടിയിരുന്ന് ആലോചിച്ച് അവർക്ക് മസല പറഞ്ഞു കൊടുത്തു. ആര് 4 പേരും? മുജാഹിദ് റഹിമഹുല്ലാ, ഇക്രിമ, അതാ, താഊസ് റഹിമഹുമുല്ലാ. മസല എന്താ? ആ പാവം വന്ന് ചോദിച്ചു, ഞാൻ മൂത്രം ഒഴിച്ച് തീർന്ന് കഴിയുമ്പോൾ അല്പം കട്ടിയുള്ള ദ്രാവകം പുറപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് കുളിക്കണമെന്ന് ചോദിച്ചു. കാരണം മാ ദാഫിഖ് പുറപ്പെട്ട കുളിക്കണമെന്നാണ് നിയമം. ഇന്നമൽ മാഉ മിനൽ മാ ഇദൽ തഖൽ ഖിതാനാൻ വജബൽ ഗുസ്ൽ. നിയമം ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കട്ടിയുള്ള ദ്രാവകം മൂത്രമൊഴിച്ചതിന് ശേഷം പുറപ്പെടുന്നു, ഞാൻ കുളിക്കണമോ എന്ന് ചോദിച്ചു. ഇവര് 4 പേരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് അവർ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ ഈ പറഞ്ഞ ദ്രാവകം എന്ന് പറയുന്നത് അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ, കുട്ടികളെ സൃഷ്ടിക്കുന്ന ആ സാധനം തന്നെയാണോ, അഥവാ സാധാരണ നിലയിൽ മനുഷ്യൻ ജനിക്കുന്നതിന് അല്ലാഹു തആല ഉപയോഗിക്കുന്ന മനിയ്യ് തന്നെയാണോ പുറപ്പെടുന്നത്? അത് തന്നെയാണെങ്കിൽ അതിന്റെ നിയമം പറയാൻ ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, അതെ, ആ സാധനം തന്നെയാണ് പുറപ്പെടുന്നത്. ഇവര് 4 പേരും പറഞ്ഞു, എന്നാ നീ കുളിക്കണം. ആ മനുഷ്യൻ വിഷമിച്ചു. പടച്ചവനെ, കുറെ കാലമായി ഞാനിത് അനുഭവിക്കുന്നു, എനിക്ക് ഇതുവരെയും ചോദിക്കാൻ സാധിച്ചില്ല. ഇത്രയും കാലവും ചോദിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ കുഴഞ്ഞല്ലോ. ഞാൻ ഇത്രയും കാലം നമസ്കരിച്ച നമസ്കാരമെല്ലാം ഇനി മടക്കി നമസ്കരിക്കണമല്ലോ. കാരണം ജനാബത്തോടു കൂടിയാ നമസ്കരിച്ചത്, കുളിക്കാതെ. അതെല്ലാം മടക്കി നമസ്കരിക്കണ്ടേ? അവര് പറഞ്ഞു മടക്കി നമസ്കരിക്കണോ.
ചോദിക്കാൻ വന്നയാള് പാവം വിഷമിച്ച് സങ്കടപ്പെട്ട് പോയി. ഇനി ജീവിതകാലം മുഴുവൻ നമസ്കരിച്ചാലും കഥ തീരുമെന്ന് തോന്നുന്നില്ലല്ലോ, വിഷമിച്ചു പോയി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേഗം നമസ്കാരം തീർത്തു. ഈ മറുപടിയും പറഞ്ഞ് വിട്ട് സംഭവം കേട്ട് സംസാരം കേട്ടിട്ട് അദ്ദേഹം നമസ്കാരം പെട്ടെന്ന് തീർത്തു. പെട്ടെന്ന് ഫാത്തിഹായും സൂറത്തും ചെറുതോതി വേഗം നമസ്കരിച്ച് തീർത്തിട്ട് ആ മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞു, തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് മദ്രസയിലേക്ക് വന്നു. വന്നതിന് ശേഷം ഈ ഇരുന്ന 4 പേരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് നിയമം പറഞ്ഞു കൊടുത്തത്? എന്ത് തെളിവ് വെച്ചാണ് നിങ്ങൾ ഈ നിയമം പറഞ്ഞു കൊടുത്തത്? അവർ പറഞ്ഞു, പുറപ്പെട്ടാൽ ഖുറൂജുൽ മനിയുടെ പേരിൽ കുളി നിർബന്ധമാകുമെന്നുള്ളത് നിയമമല്ലേ, അതുകൊണ്ട് കുളി നിർബന്ധമാകുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളോട് മനിയ്യ് പുറപ്പെട്ടു, ദാഫിഖ് തന്നെയാണ് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ കുളിക്കാൻ പറഞ്ഞതാണ്. അതാണ് നിയമം, ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി, ഞങ്ങൾ പറഞ്ഞതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ഇത് ചോദിച്ചിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ഇവരോട് വന്ന് മസല ചോദിച്ചല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ ദാഫിഖ് തന്നെയാണ് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞു. മനുഷ്യനെ അല്ലാഹു തആല പടയ്ക്കാൻ ഉപയോഗിക്കുന്ന അതേ മാവ് തന്നെയാണെന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മൂത്രമൊഴിച്ചിട്ട് അവസാനം പുറപ്പെടുമെന്ന് പറഞ്ഞ ഈ മനിയ്യ്, ഈ നിങ്ങൾ പറഞ്ഞ ദ്രാവകം പുറപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ശഹ്വത്ത് ഉണ്ടാകാറുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അത് പുറപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് തളർച്ച ഉണ്ടാകാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മനുഷ്യനോട്, നിങ്ങൾ കുളിക്കണ്ട, വുളൂ ചെയ്താൽ മതി. കാരണം ഖുറൂജുൽ മനിയുടെ പേരിൽ കുളി നിർബന്ധമാകണമെങ്കിൽ ഈ 2 നിബന്ധനയും കൂടിയുണ്ട്. ഒന്ന് ദാഫിഖ് ശഹ്വത്തോടു കൂടി പുറപ്പെടണം. ദഫഖ എന്ന് പറഞ്ഞാൽ അത് പുറപ്പെട്ടതിന് ശേഷം മനുഷ്യന് തളർച്ചയും ഉണ്ടാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഖുറൂജുൽ മനിയാവുക, കുളി നിർബന്ധമാകുന്നത്. അതിന്റെ പേരിൽ കുളി നിർബന്ധമില്ല, നിങ്ങൾക്ക് വുളൂ ചെയ്താൽ മാത്രം മതി. ഇത്രയും കാലം നിങ്ങൾ മൂത്രമൊഴിച്ചതിന് ശേഷം ഇത് പുറപ്പെട്ടതിന് ശേഷവും വുളൂ ചെയ്ത് നമസ്കാരിച്ച നമസ്കാരം മുഴുവനും ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ 4 പേരെ നോക്കിക്കൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫഖീഹുൻ വാഹിദുൻ അശദ്ദു അല ശൈത്താനി മിൻ അൽഫി ആബ്. ഫഖീഹുൻ വാഹിദുൻ അശദ്ദു അല ശൈത്താനി മിൻ അൽഫി ആബിദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇതിന്റെ പേരിൽ തന്നെയാണെന്ന്. വലിഹാദാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീഹുൻ വാഹിദുൻ അശദ്ദു അല ശൈത്താനി മിൻ അൽഫി ആബ്. ആരാ ഈ 4 പേര്? മുജാഹിദ് റഹിമഹുല്ലാ, ഖൗസ് റഹിമഹുല്ലാ, അതാ റഹിമഹുല്ലാ, ഇക്രിമ റഹിമഹുല്ലാ. അവര് പറഞ്ഞ 4 പേരും കൂടി പറഞ്ഞ ഒരു മസലയെ സംബന്ധിച്ച് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഫിഖ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അബദ്ധം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഫഖീഹായിരുന്നുവെങ്കിൽ ഈ തീരുമാനം നിങ്ങൾ പറയുകയില്ലായിരുന്നു. ഫഖീഹ് വേറെയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു. കഥയല്ല, കൻസുൽ ഉമ്മാലിൽ നോക്കിക്കോളിൻ. കൻസുൽ ഉമ്മാലിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫിഖ് എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. വെറുതെ കുറെ ഹദീസ് മനപ്പാടമാക്കി വെച്ചാൽ ഫിഖ് ഉണ്ടാവുകയില്ല. അതാണ് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബാക്കളോട് എന്റെ ഹദീസുകളെ നിങ്ങൾ കേട്ട് ശരിയായ നിലയിൽ അതിനെ മനപ്പാടമാക്കി വെച്ച് പിന്നീട് വരുന്നവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവർ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളും. رب حامل فقه غير فقيه ورب حامل فقه الى من هو افقه منه. ഫിഖ് ഒരു പ്രത്യേക കാര്യമാണ്. ഇത് ഖുർആൻ പഠിച്ചതുകൊണ്ടോ ഹദീസ് മനപ്പാടമാക്കിയത് കൊണ്ടോ മാത്രം കിട്ടുന്നതല്ല. ഖുർആനിന്റെ വിശദീകരണം സ്വന്തമായി ആർക്കും പറയാൻ അവകാശമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു, ഇന്ന അലൈന സുമ്മ ഇന്ന അലൈന ബയാന. ഖുർആനിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്ന വിശദീകരണം തങ്ങൾ എന്ത് ചെയ്യണം? തങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഖുർആനിന്റെ വിശദീകരണമാവുക. ഈ ഖുർആനിന്റെ വിശദീകരണം ഹദീസുകളിൽ നിന്ന് പഠിക്കണം. ഖുർആൻ അല്ലാഹുവിന്റെ കിതാബിനെ അനുസരിക്കൽ തന്നെയാണ്, പക്ഷേ അതിന്റെ വിവരണം ഹദീസിൽ നിന്നാണ് കിട്ടുന്നത്. ഹദീസ് മാത്രം പഠിച്ചാൽ ആകുമോ? ഹദീസ് ആർക്ക് മനസ്സിലാകും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാവർക്കും മനസ്സിലാവുകയില്ല.
കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുർആനിലോ ഹദീസിലോ നോക്കിയാൽ ഈ മനസ്സിലാകുന്നവർക്ക് തന്നെ എല്ലാം കണ്ടെത്താൻ കഴിയുകയുമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മസലയെ കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് തങ്ങളോട് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, തങ്ങളെ ചില സന്ദർഭങ്ങളിൽ ഖുർആനിലോ ഹദീസിലോ വ്യക്തമായ നിലയിൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുകയില്ല, കിട്ടുകയില്ലല്ലോ, ആ സന്ദർഭത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉലമാക്കളോടും ആബിദീങ്ങളോടും ചോദിക്കണം. ഫസലുൽ ഉലമാ വൽ ആബിദീൻ വലാ തുംലു ഫീഹി ഖാസത്തർ റഅയ്. സ്വന്തം അഭിപ്രായം നിങ്ങൾ നടപ്പിലാക്കരുത്, ആലോചിച്ച് ചെയ്യണം, അറിവുള്ളവരോട് ചോദിച്ചു നോക്കണമെന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇമാം തബറാനി നിവേദനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ ഔസത്തിൽ വന്ന സംഭവമാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് ആരായി ഉലമാക്കൾ, ആരായി ആബിദീങ്ങൾ? നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ആബിദ് എന്ന് പറഞ്ഞ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കയറിയിരുന്ന് നിസ്കരിച്ച് ദിക്റുമൊക്കെ ചൊല്ലി വേറെ ആരോടും ഒന്നും മിണ്ടാതെ ഒരു കാര്യവും അറിയാതെ ഒന്നും പഠിക്കാതിരിക്കുന്ന ആളുകളായിരിക്കും ആബിദീങ്ങളെന്ന്. അവരല്ല, അത് നമ്മുടെ കാലത്തെ ആബിദീങ്ങളാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതാണ്. തങ്ങളുടെ കാലത്ത് തങ്ങൾ പറയുന്നു അലി റളിയല്ലാഹു അൻഹുവിനോട്, അഥവാ സാഹിദീങ്ങൾ, ആഖിറത്തിന്റെ ചിന്ത ഉള്ളവർ, തഖ്വയും വറഉമുള്ളവർ, ദീൻ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ, ഇവരാണ് ആബിദീങ്ങൾ അന്നത്തെ കാലത്ത്. അല്ലാതെ ഇന്നത്തെ തട്ടിപ്പ് ആബിദീങ്ങളല്ല. അങ്ങനത്തെ ആബിദീങ്ങളോടും ഉലമാക്കളോടും നിങ്ങൾ മശ്വറ ചെയ്യണം, ആലോചിക്കണം, സ്വന്തം അഭിപ്രായം നടപ്പിലാക്കരുത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് രണ്ട് സാധനം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ അറിവിന്റെ സ്ഥാനത്തേക്ക് എത്തിയത്. ഇന്ന റബ്ബി വഹബലി ലിസാനൻ സഊലൻ വ ഖൽബൻ അഖൂലൻ. ഇന്ന റബ്ബി വഹബലി ഖൽബൻ അഖൂല വ ലിസാനൻ സഊല. എന്റെ റബ്ബെനിക്ക് കാര്യബോധമുള്ള, ശരിക്കും മനസ്സിലാക്കാൻ, ബുദ്ധി പ്രയോഗിക്കാൻ പാകതയും ശക്തിയുമുള്ള ഹൃദയം തന്നിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ കാര്യങ്ങൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ ധാരാളമായി ചോദിക്കുന്ന ഒരു നാവും തന്നിട്ടുണ്ട്. ഞാൻ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് എനിക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു ഭാഗ്യം തന്നു. അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും പറയുന്നു, ഖുർആനിൽ ഏത് ആയത്താണെങ്കിലും ശരി, ആ ആയത്തിനെ കുറിച്ച്, അതിന്റെ അവതരണത്തിന്റെ പശ്ചാത്തലം, ആരുടെ പേരിലാണ് ഇറങ്ങിയത്, എവിടെ വെച്ചിറങ്ങിയതാണ്, എന്ത് കാര്യത്തിന്റെ പേരിൽ ഇറങ്ങിയതാണ് എന്ന് അറിയാത്ത ഒറ്റ ആയത്തും ഖുർആനിലില്ല. അതിനെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ അറിവുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും ഇത് തന്നെ പറയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല, ഖുർആൻ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണല്ലോ, എല്ലാവരും അത് അറിഞ്ഞവരുമാണല്ലോ, പിന്നെ എന്തേ ഖുർആനിൽ ഈ ആളുകൾ അഭിപ്രായ വ്യത്യാസക്കാരായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് ശേഷം അഭിപ്രായ ഭിന്നത വന്നു. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമല്ലോ. അല്ലാഹു തആല പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും പേടിയാ, എന്താ ഇങ്ങനെ ഭിന്ന അഭിപ്രായം, പലരും പല ഭാഗത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുകയില്ല. അല്ലാഹ് പറഞ്ഞു, മനുഷ്യനെ പടച്ചതേ അതിനു വേണ്ടിയാ. വലാ യസാലൂന മുഖ്തലിഫീൻ ഇല്ലാ മർ റഹിമ റബ്ബുക വലിദാലിക ഖലഖഹും വതമ്മത് കലിമതു റബ്ബിക ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. അല്ലാഹു പറയുന്നു, അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാവുക തന്നെ ചെയ്യും. വലാ യസാലൂന മുഖ്തലിഫീൻ, ഒരിക്കലും ആളുകൾ മുഴുവനും ഒരേ അവസ്ഥയിൽ വരികയില്ല, യോജിക്കുകയില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇല്ലാ മർ റഹിമ റബ്ബുക, പക്ഷെ അഭിപ്രായ ഭിന്നത വന്നാലും അത് രൂക്ഷമായി ഭിന്നിച്ചു പോവുകയില്ല, ചേർന്ന് വരും. അല്ലാഹുവിന്റെ റഹ്മത്തുള്ളവർ അല്ലാത്തവർ പിരിഞ്ഞു പോകും. ഇല്ലാ മർ റഹിമ റബ്ബുക,
ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകും, സഹാബാക്കളുടെ കാലം മുതലുണ്ട്. പക്ഷെ അവർ യോജിക്കുകയാണ്, ഭിന്നാഭിപ്രായത്തിൽ നിന്നും ഏകതയിലേക്ക് വന്ന് ഒരുമിച്ച് കൂടുകയാണ് ചെയ്യുന്നത്, ഭിന്നിച്ച് പിരിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കാലത്ത് ഭിന്നിച്ച് പിരിഞ്ഞ് ചെതറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതാണ് പാടില്ലാത്തത്. അത് അള്ളാഹുവിന്റെ റഹ്മത്തിന് വിധേയരായവരല്ല. അല്ലാത്ത അഭിപ്രായ വ്യത്യാസം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിധേയരായവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു തരുന്നു, ഭിന്നത ഉണ്ടാകാം, അതിൽ നല്ലതുമുണ്ട്. മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാഹ്. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള മരങ്ങളെ മുഴുവനും മുറിച്ചു കളയണമെന്ന് വിചാരിച്ച് ഒരു ഭാഗം ആളുകൾ മരങ്ങൾ മുഴുവൻ മുറിച്ചു കളഞ്ഞു. ഖൈബറിൽ ഒരു ഭാഗം ആളുകൾ മുറിച്ചു കളയണേ, എന്തിനാ? നിന്നാൽ ആർക്കെങ്കിലും ഉപയോഗപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് മുറിക്കാതെ നിർത്തിയിരുന്നു. അള്ളാഹു പറയുന്നു, രണ്ടും ശരിയാണ്. മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹി ഫബിഇദ്നില്ലാഹ്. ഒരു കുഴപ്പവുമില്ല. وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين ففهمناها سليمان وكلا آتينا حكما وعلما. ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും ഒരേ വിഷയത്തിൽ ഒരു കൂട്ടരുടെ തോട്ടത്തിൽ ആട് കയറി മേഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു കൃഷി. എന്താണ് ഇതിന്റെ വിധി? ഇത് യഹ്കുമാനി ഫിൽ ഹർസ് ഇത് നഫശത് ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ. അല്ലാഹു പറയുന്നു, രണ്ടുപേരും പറഞ്ഞ വിധി നമ്മൾ കേട്ടു, നമുക്കറിയാം. പക്ഷേ ഒരാളുടെ വിധി ശരിയല്ല. ഫഫഹംനാഹാ സുലൈമാൻ. വിധി ശരിയല്ലാത്തത് വിവരമില്ലാത്തതിന്റെ പേരിൽ അല്ല. വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ. രണ്ടുപേർക്കും അറിവുണ്ട്, രണ്ടുപേർക്കും ഞാനാണ് ഹിക്മത്ത് കൊടുത്തത്, ഞാനാണ് ഇൽമു കൊടുത്തത്, രണ്ടുപേർക്കും അറിവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിധി, ശരിയായ വിധി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആയിരുന്നു. മറ്റതും വിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കള്ളവെന്നല്ല അല്ലാഹ് പറഞ്ഞത്. ഇത് യഹ്കുമാനി ഫിൽ ഹർസ്. രണ്ടുപേരും ആ വിഷയത്തിൽ വിധി പറഞ്ഞു, ഹുക്മ തന്നെയാണത്. പക്ഷേ ഹുക്മ നേരെയുള്ളത് ഫഫഹംനാഹാ സുലൈമാൻ വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, ഇദജ്തഹദൽ ഹാകിം ഇദജ്തഹദൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാൻ വഇദജ്തഹദ ഫഅഖ്തഅ ഫലഹു അജ്റുൻ. ദഈഫായ ഹദീസൊന്നും അല്ല ഇത്. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുമുല്ലാഹ് രണ്ടുപേരും നിവേദനം ചെയ്യുന്ന ഹദീസാണ്, മുത്തഫഖ് അലൈഹിയായ ഹദീസാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? നമ്മളെ വിളിക്കുന്നു ബുഖാരിയിലേക്ക് വന്ന് പറഞ്ഞ്, ബുഖാരി ഇമാം നിവേദനം ചെയ്യുന്നു, ഇജ്തിഹാദ് ചെയ്യുന്ന ഹാക്കിമിന് തെറ്റു പറ്റാം, പറ്റിയ കൂലി കിട്ടും. ഇവര് പറയുന്നു നരകത്തിൽ പോകും, മറ്റവരുടെ കൂട്ടത്തിൽ പോകും. ബൽ നത്തഫിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദജ്തഹദൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാൻ. ഹാകിം, അധികാരി, ഒരു വിഷയം തന്റെ മുമ്പിൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും വെച്ച് അതിൽ നിന്ന് നിയമം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ച് ഇജ്തിഹാദ് ചെയ്തു. അവൻ കണ്ടെത്തിയ നിയമം ശരിയായിരുന്നു, അവന് രണ്ട് കൂലിയുണ്ട്. വഇദജ്തഹദ ഫഅഖ്തഅ ഫലഹു അജ്റുൻ. ഇനി ഇജ്തിഹാദ് ചെയ്തു, അവൻ പറഞ്ഞ നിയമം തെറ്റിപ്പോയി, അതനുസരിച്ച് ആളുകൾ ചെയ്തു, പക്ഷെ ഇവനക്ക് കൂലിയുണ്ട്, ആളുകൾ തെറ്റുകാരുമല്ല. കാരണം ഇജ്തിഹാദ് ചെയ്ത് മുജ്തഹിദ് പറഞ്ഞു കൊടുത്ത നിയമം അനുസരിച്ചാണ് അവർ ചെയ്തത്. ഇയാൾക്ക് തെറ്റുപറ്റി, പക്ഷെ ഇജ്തിഹാദിന്റെ ഒരു കൂലി അയാൾക്ക് കിട്ടി, ബാക്കിയുള്ളവരുടെ കാര്യം ശരിയുമായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതാണ് എല്ലാ കാലത്തും നടന്നു വന്നിരുന്നത്. സഹാബാക്കളുടെ കാലം മുതൽ ഇന്നോളം ഈ ജോലി തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജോലിയാണ് നമ്മൾ ചെയ്യാൻ പറയുന്നത്, ഈ കാര്യമാണ് ചെയ്യാൻ പറയുന്നത്. അല്ലാതെ ഖുർആൻ വരുന്നതിന് മുമ്പ്, നബിതങ്ങൾ വരുന്നതിന് മുമ്പ് പൂർവികന്മാരെന്തോ വിവരക്കേട് ചെയ്തിരുന്ന വിഗ്രഹാരാധന അതിവിടെ ആരും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. മാത്രമല്ല, അങ്ങനത്തെ ആളുകളെ കുറിച്ച് പൂർവികന്മാർക്ക് ബുദ്ധിയില്ല എന്ന് അല്ലാഹ് പറഞ്ഞു. നമ്മൾ ആരെ പിൻപറ്റുന്നു? ഇവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇവർക്ക് ബുദ്ധിയുള്ളവരാണ്, ഇവർക്ക് കഴിവുള്ളവരാണ്, ഇവർക്ക് യോഗ്യതയുള്ളവരാണ്, ഇവർ നേർമാർഗത്തിലാണ്, ഇവർ സത്യസന്ധന്മാരാണ്, ഇവരെ പിൻപറ്റാൻ പറ്റിയവരാണ്. സഹാബാക്കൾ ചെയ്ത കാര്യത്തെ പിൻപറ്റിയ ആളുകൾ അല്ലാഹുവിന്റെ റിളായ്ക്ക് വിധേയരാണ്. അവരെ പിൻപറ്റിയവർ, സഹാബാക്കളെ പിൻപറ്റിയവർ. ആരാ സഹാബാക്കൾ? ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ.
സഹാബാക്കൾ ആരാ? അല്ലാഹു പറയുന്നു ഉലൈക ഹുമുസ് സാദിഖൂൻ ഉലൈക ഹുമുർ റാഷിദൂൻ ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ ഉലൈക അല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അല്ലാഹു പറയുകയാണ് അവരെ പിൻപറ്റിയ കാര്യമാ. ഇവരെ കുറിച്ചാണോ ഈ പറയുന്നത്? അവലൂകാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അല്ലാഹു അക്ബർ. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ നേരായ വഴിക്ക് കൊണ്ടുവരട്ടെ, കാര്യങ്ങൾ നേരെ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈ ജോലിയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കി പറയാം, സമയം തീർന്നത് കൊണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ഖുർആനിനെ കലാമിനെയാണ് അനുസരിക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂലിനെയുമാണ് അനുസരിക്കേണ്ടത്. അതിന്റെ കൂട്ടത്തിൽ എല്ലാ കാലത്തും അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങളോടും പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഉലിൽ അംർ അവരെ അനുസരിക്കുക. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഉലിൽ അംർ അവരെ അനുസരിക്കുക. അവരുടെ കാലത്ത് ആരാ ഉലിൽ അംർ? ഖുലഫാഉർ റാഷിദീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞു കൊടുത്ത സഹാബാക്കൾ, അവരെ അനുസരിക്കാൻ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് അയച്ചു. അവിടത്തെ ഖാദിയായിട്ട്. ഖാദിയുടെ ജോലി എന്താ? ഒരു നാട്ടിൽ പോയി ആ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മുഴുവൻ പ്രശ്നങ്ങൾക്കും ഇദ്ദേഹം വിധി പറഞ്ഞു കൊടുക്കണം, പരിഹാരം പറഞ്ഞു കൊടുക്കണം. അങ്ങനത്തെ ഖാദിയായിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്നു. കഥയല്ല, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹത്തിന്റെ കിതാബിലെടുത്ത് നോക്കിക്കോളീൻ. അബൂദാവൂദിൽ റിവായത്ത് ചെയ്യുന്നു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാദിയായി അയക്കുന്നു യമനിലേക്ക്. യമൻകാരായ മുഴുവൻ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നു, ഞാൻ എന്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തീരുമാനമുണ്ടാക്കാൻ വേണ്ടി ഖാദിയായി എന്റെ സഹാബിയായ മുആദ് ബിൻ ജബലിനെ അയക്കുന്നു. അദ്ദേഹം വന്ന് പറയുന്നത് നിങ്ങൾ അനുസരിച്ചോളണം, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം, അദ്ദേഹത്തോട് ചോദിച്ച് നിങ്ങളുടെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കിക്കൊള്ളണം. അതിനുവേണ്ടി ഖാദിയായി ഞാൻ അയക്കുന്നു. അയക്കാൻ നേരത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പരിശോധന, ഖാദിയായി അയക്കുമ്പോൾ ഇന്റർവ്യൂ വേണമല്ലോ, ഖാദിക്ക് യോഗ്യതയുണ്ട് എന്ന് ഖാദിയോട് ചോദിച്ചു. നീ അവിടെ പോയി നിന്റെ മുമ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മുആദ് നീ കൈഫ തഖ്ലി ഫീഹിം, നിന്നെ ഞാൻ ഗവർണറായി ഖാദിയായിട്ട് അയക്കുന്നു യമനിലേക്ക്. യമൻകാരടുക്കൽ പോയി നീ എങ്ങനെ ഖാദിയാകും? കൈഫ തഖ്ലി ഫീഹിം, നീ അവിടെ പോയിട്ട് എന്തിനെ അടിസ്ഥാനപ്പെടുത്തി എന്തിനെ ആധാരമാക്കി വിധിക്കുമോ നീ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്ലി ഫീഹിം ബികിതാബില്ലാഹ്, ഞാൻ അവിടെ പോയി അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധമായ ഖുർആനിന്റെ നിയമം എന്താണോ അതിനെ അതേപടി അനുസരിച്ച് ഖുർആൻ അനുസരിച്ച് അവരിൽ വിധി പറയുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ചോദ്യം, ഫഇല്ലം തജിദ് ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് വിവരിക്കുമെന്ന് പറഞ്ഞപ്പോൾ, വിധി പറയുമെന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം, ഏറ്റവും കൂടുതൽ ഹലാൽ ഹറാമിനെ കുറിച്ച് വിവരമുള്ള എൻ്റെ ഉമ്മത്തികളുടെ സഹാബാക്കളുടെ കൂട്ടത്തിൽ വിവരസ്ഥനാണെന്ന് പറഞ്ഞ മുആദ് ബിൻ ജബലിനോട് ചോദിക്കുന്നു റളിയല്ലാഹു അൻഹു, ഫഇല്ലം തജിദ് ഫീ കിതാബില്ലാഹ്, മുആദ് നീ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് വിധിക്കുമെന്ന്, അള്ളാഹുവിന്റെ കിതാബിൽ നീ കണ്ടില്ലെങ്കിലോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. ഖുർആൻ തിബിയാനൻ ലികുല്ലി ശൈ, ലോകത്തുള്ള മുഴുവൻ കാര്യത്തിന്റെയും വിവരണമായിട്ടല്ലേ അല്ലാഹ് ഖുർആൻ തന്നത്. പിന്നെ എങ്ങനെ അതിൽ ഇല്ലാതെ വരും? ഇല്ലാതെ വരുമെന്ന് നമ്മളാരും അല്ല പറഞ്ഞത്. ഖുർആൻ ഇറക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇല്ലം തജിദ് ഫീ കിതാബില്ലാഹ്. നേരത്തെ കണ്ടില്ലേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് ചോദിച്ചത്, ഖുർആനിലുണ്ടോ അദ്ദേഹത്തിന്റെ മസല? ആരെങ്കിലും കാണിച്ചു തരാമോ? ഖുർആനിൽ മൂത്രം ഒഴിച്ചതിന് ശേഷം കട്ടിയായ ദ്രാവകം പുറപ്പെട്ട കുളിക്കണോ വേണ്ടേ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? കാണും, പക്ഷേ നമുക്കത് നോക്കിയെടുക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് അവർക്കും പറ്റിയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മുആദേ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ വരും, നീ ഖാദിയായി പോകുമ്പോൾ അത് ഓടി വന്ന് നീ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയാൽ ഖുർആനിന്റെ ആയത്തിൽ നിനക്ക് കാണാൻ സാധിച്ചെന്ന് വരികയില്ല. നീ എവിടെ പോകും? ഫഇല്ലം തജിദ് ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ കണ്ടില്ലെങ്കിൽ നീ എവിടെ ചെന്ന് തപ്പും? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫബി സുന്നത്തി റസൂലില്ലാഹ്, തങ്ങളെ ഞാൻ തങ്ങളുടെ ആയിരക്കണക്കായ ഹദീസുകൾ കേട്ടുവച്ചിട്ടുണ്ട്.
ഖുർആനിന്റെ വിവരണമായി തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ആയിരക്കണക്കായ ഹദീസുകൾ ഞാൻ പാഠമാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് നിയമങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആ ഹദീസുകൾ പലതും അത് തപ്പി നോക്കി ഫബി സുന്നത്തി റസൂലില്ല, തങ്ങളുടെ ഹദീസിൽ കണ്ട നിയമം അനുസരിച്ച് ഞാൻ വിധി പറയുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മുആദേ ഫഇല്ലം തജിദ് ഫി സുന്നത്തി റസൂലില്ല, മുആദേ എന്റെ ഹദീസ് നീ പഠിച്ചു വെച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എന്റെ ഹദീസ് മുഴുവനും പരതിയിട്ടും നിന്റെ മുമ്പിൽ വന്ന പ്രശ്നത്തിന്റെ വിധി എന്താണെന്ന് എന്റെ ഹദീസിലും കാണാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിലോ പിന്നെ നീ എന്ത് ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജ്തഹിദു ബിറഅയി വലാ ആലു, അജ്തഹിദു ബിറഅയി വലാ ആലു. തങ്ങളെ, ഞാൻ ഈ ഖുർആനും ഹദീസും മുഖേന എനിക്ക് മനസ്സിലാക്കിയ ഇൽമും എൻ്റെ കഴിവും എൻ്റെ ബുദ്ധിയും ഉപയോഗിച്ച് ആ വിഷയത്തിൽ എന്താണ് നിയമം വരേണ്ടത് എന്ന് ഞാൻ ഒരു ഗവേഷണം നടത്തി നോക്കും. പൂർണ്ണമായ നിലയിൽ ഞാൻ ഗവേഷണം ചെയ്യും, ഒരു കുറവും വരുത്താതെ. എന്നിട്ട് ആ ഗവേഷണത്തിൽ തെളിയുന്ന നിയമം അനുസരിച്ച് ഞാൻ വിധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്താ മറുപടി പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അമ്പടാ നീ കൊള്ളാവല്ലോ, നിന്നെ ഇത്ര വലിയ കാര്യമായിട്ട് യോഗ്യനാണെന്ന് മനസ്സിലാക്കി അലമുഹും ബിൽ ഹലാലി വൽ ഹറാം എന്നൊക്കെ ഞാൻ ആളുകളോട് പറഞ്ഞ് നിന്നെക്കുറിച്ച് പരിചയപ്പെടുത്തി നിന്നെ കാളിയാക്കി ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി അവർക്ക് വിധി പറയാൻ വേണ്ടി എൻ്റെ വിശ്വസ്തനായിട്ട് യമൻകാരെ മുഴുവനും നിന്നെ അനുസരിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെടുത്തി ഞാൻ നിന്നെ കാളിയായിട്ട് അയച്ചപ്പോൾ നീ അവിടെ പോയിട്ട് നിന്റെ അടുക്കൽ വരുന്ന പ്രശ്നം ഖുർആനിലോ ഹദീസിലോ നോക്കും, എന്നിട്ട് കണ്ടില്ലെങ്കിൽ നിന്റെ സ്വന്തം അഭിപ്രായം പാസ്സാക്കും എന്നല്ലേ? നിന്നെ യോഗ്യനല്ല, നിന്നെ കാളിയായിട്ട് അയക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തള്ളേണ്ടതായിരുന്നു. പക്ഷേ എന്താണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലോ ഹദീസിലോ കണ്ടെത്താൻ എനിക്ക് കഴിയാത്ത കാര്യത്തിൽ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഗവേഷണം നടത്തി ചെയ്യേണ്ട നിയമം എന്താണ്, പറയേണ്ട കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് അവരിൽ വിധി പറയുമെന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞെന്നറിയാമോ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷാധിക്യത്താൽ എന്റെ നെഞ്ചിൽ തട്ടി, എന്റെ നെഞ്ചിൽ തട്ടിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യുഹിബ്ബുല്ലാഹു വറസൂലുഹു. അല്ലാഹുവിനും അവന്റെ റസൂലിനും ഏറ്റവും പ്രിയങ്കരമായ കാര്യം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനായ നിനക്കും ഭാഗ്യം തന്ന അല്ലാഹുവിനെ ഞാൻ അളവറ്റ് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇത് അല്ലാഹുവിന്റെ വലിയ ഒരു നിഅമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിലും ഹദീസിലും കണ്ടെത്താൻ കഴിയാത്ത നിയമം നിന്റെ ഗവേഷണത്തിൽ കൂടി കണ്ടെത്താൻ പരിശ്രമിക്കും ഞാൻ, അങ്ങനെ വിധി പറയുമെന്ന് നീ പറഞ്ഞത്, അതിന് നിന്നെ യോഗ്യനാക്കിയത് അല്ലാഹു ചെയ്ത വലിയ നിഅമത്താണ്. എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അൽഹംദുലില്ലാഹ്, നീ എന്റെ ദൂതനായിട്ടാണ് പോകുന്നത്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനായിട്ട് വന്നു. ഞാൻ ചെയ്ത എനിക്കിഷ്ടപ്പെട്ട അല്ലാഹു എന്നെ നിയോഗിച്ച അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ എന്റെ ദൂതനായ നിനക്കും ഭാഗ്യം കിട്ടിയല്ലോ. ഇത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ കൂട്ടരുണ്ടായിരുന്നെങ്കിൽ ചോദിച്ചേനെ എപ്പോഴും, എന്ന് പറഞ്ഞില്ലേ? മുആദ് ഇബ്നു ജബൽ തെറ്റല്ലേ ചെയ്തത്? മുആദ് ഇബ്നു ജബലിനെയും ആ കൂട്ടത്തിൽ പെടുത്തിയനെ എന്നല്ല. അത് കേട്ട് സന്തോഷിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവരെന്താക്കുമായിരുന്നു? അല്ലാഹുവിലേക്ക് വിളിക്കാൻ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി എന്ന് പറയാൻ പഠിപ്പിച്ചു വിട്ട അല്ലാഹുവിന്റെ റസൂൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ഗവേഷണം ചെയ്തപ്പോൾ നന്നായി മോനെ. അപ്പൊ ആ റസൂലിനെ ഇവരെന്ത് പറയുമായിരുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കാര്യങ്ങൾ നേരെ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ബഹുമാന്യരായ ഉലമാക്കളെ, ഉസ്താദന്മാരെ, നമ്മൾ ആരും ഈ വിഷയത്തിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം പേടിക്കേണ്ട വിഷയമാണെങ്കിലല്ലേ പേടിക്കേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു ചർച്ചയുടെ ആവശ്യമുള്ള വിഷയമേ അല്ല. കാരണം വിമർശനവും തഖ്ലീദും. തഖ്ലീദ് പാടില്ല എന്നുള്ള വിമർശനം തന്നെ മുൻഗാമികളെ പിൻപറ്റി പറയുന്നതാണ്. മുൻഗാമികളെ പിൻപറ്റുന്നതിനാ തഖ്ലീദ് എന്ന് പറയുന്നത്. നമ്മളും അതേ ജോലി ചെയ്യുന്നു, അവരും അതേ ജോലി ചെയ്യുന്നു. ചെയ്യുന്ന ആളുകൾ, വെള്ളത്തിൽ നിൽക്കുന്ന ആള് വെള്ളത്തിൽ നിൽക്കുന്നവനെ കാല് നനയുന്നു എന്തിനു പറയുന്നു? ചെളിയിൽ നിൽക്കുകയാണെങ്കിൽ രണ്ടുപേരും കരയ്ക്ക് കയറ്.
അല്ലെങ്കിൽ ചെളിയിൽ നിൽക്കുന്ന ആള് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കാലശുദ്ധിയാകട്ടെ. ഇത് ചെളിയിൽ നിൽക്കുന്നവന് രണ്ട് കൈയും ഇല്ലാത്തവൻ, ഒരു കൈയില്ലാത്തവന്, രണ്ട് കണ്ണും ഇല്ലാത്ത ഒരു കണ്ണില്ലാത്തവനെ കുറ്റം പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ ഇത് മുൻഗാമികളായ മഹാന്മാരായ ആളുകൾ ചെയ്ത ഇജ്തിഹാദിന്റെ സമാഹാരമാണ് ഈ ഫിഖ്ഹ് മദ്ഹബ് എന്നൊക്കെ പറയുന്നത്. ഇമാം ആദം അബൂ ഹനീഫ റഹിമഹുല്ലാ സ്വന്തമായി ഒരു അഭിപ്രായവും ഒരു കാര്യവും ഉണ്ടാക്കിയിട്ടില്ല. ഇമാം ആദം അബൂ ഹനീഫ റഹിമഹുല്ലായുടെ മജ്ലിസിൽ പണ്ഡിതന്മാരായ ലോക പ്രശസ്തരായ 400 പേരുണ്ടായിരുന്നു. 400 പേര് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അവരുടെ മുമ്പിൽ വന്നാൽ അവർ ഖുർആൻ പരിശോധിക്കും, ഹദീസ് മുഴുവൻ പരതും, സഹാബാക്കളുടെ അഖ്വാലുകൾ പരതും, താബിഈങ്ങളുടെ അഖ്വാലുകൾ പരതും. ഇതെല്ലാം നോക്കിയിട്ട് അതിൽ ഏറ്റവും പറ്റിയത്, ഇതുമായി യോജിച്ചത് എന്താണെന്ന് അവർ പരിശോധിക്കും. അവിടെ എവിടെയും കണ്ടെത്തിയില്ലെങ്കിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും സഹാബാക്കളുടെ ഈ അഖ്വാലുകളുടെയും ആസാറുകളുടെയും അടിസ്ഥാനത്തിൽ 400 പേരിരുന്ന് ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് ദിവസങ്ങളോളം ചർച്ച ചെയ്തതിന് ശേഷം അവസാനം അതിൽ ഏറ്റവും പ്രമുഖരായ മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, ഫുഖഹാക്കൾ, ലുഗവികൾ എല്ലാ നിലയിലും കഴിവുള്ള യോഗ്യരായ 40 പേരെ ഏൽപ്പിക്കും. അവര് ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അടുക്കൽ വരുന്നത്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ കൂടി അതിന് തീരുമാനം പറയും. ഇത് ഖുർആൻ ഹദീസിനെ മാത്രം വെച്ചുകൊണ്ടാണ്, സഹാബാക്കളുടെ ആസാറുകളെ വെച്ചുകൊണ്ടാണ്, വേറെ എവിടെ നിന്നുമല്ല. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് തന്റെ ഇടത്തോടെ പറയുമായിരുന്നു, ഞാൻ എന്റെ മദ്ഹബിന്റെ നിയമങ്ങളൊന്നും എവിടെന്നും സ്വന്തം ഉണ്ടാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ കിതാബ്, അവന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, മാ വജദനാ ഫീ കിതാബില്ലാഹ് ഇത്തബഅനാ മാ ജാഅനാ അൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല റാസി വൽ ഐൻ. അല്ലാഹുവിന്റെ കിതാബ് അങ്ങനെ തന്നെ അനുസരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിന്ന് വന്ന ഹദീസ് അതിനെ ഞങ്ങൾ കണ്ണിലും തലയിലും വെച്ച് അങ്ങനെ തന്നെ ഏറ്റെടുക്കും. വമാ ജാഅനാ അനിസ് സഹാബത്തി റളിയല്ലാഹു അൻഹും ഫനഖ്താറുഹു. സഹാബാക്കളിൽ നിന്ന് വ്യത്യസ്തമായ പല അഭിപ്രായങ്ങൾ വരും. അതിന്റെ സന്ദർഭവും അവസരവും അതിന്റെ ആധികാരികതയും അതിന്റെ ബലവും ഇതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ അതിൽ നിന്ന് ചിലത് തിരഞ്ഞെടുക്കും. ഇതാണ് എന്റെ മദ്ഹബിന്റെ അടിസ്ഥാനം. വമാ ജാഅനാ അൻ ഗൈരിഹിം ഫഹും റിജാൽ വനഹ്നു റിജാൽ. ഈ 3 കഴിഞ്ഞാൽ 4ാമത്തെ ദർജയിലേക്ക് എത്തി. താബിഈങ്ങളുടെ അഭിപ്രായം വന്നാൽ പോലും ഞാനൊന്ന് നോക്കിയിട്ടേ സ്വീകരിക്കുകയുള്ളൂ. എന്റെ മദ്ഹബിന്റെ അടിസ്ഥാനം ഇത് 3മാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പച്ചയായി ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഇതാ പറഞ്ഞത്. അതിന് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്താ? താബിഈങ്ങൾ പറഞ്ഞാലും കേൾക്കൂല. ഫഹും റിജാൽ വനഹ്നു റിജാൽ. അവന്മാരും പറയും ഞങ്ങൾക്കും അറിയാൻ പറയാം. ഇതല്ല ഇതിനർത്ഥം. വജ്ജിഹ് കലാമൽ ഖൗമി ഗൈറ മുഖത്തിഇ വമുഅല്ലിമൻ വഖിർ വലസ്ത മുജാദില. നല്ലവരുടെ വാക്ക് നല്ല നിലയിൽ മനസ്സിലാക്കണം. ഓരോരുത്തരും പറയുമ്പോൾ അവരവരുടെ വാക്ക് അവരവരുടെ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ കലാം അല്ലാഹുവിന്റെ കലാമായി മനസ്സിലാക്കണം. കലാമുൽ മുലൂക്കി മുലൂക്കുൽ കലാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലാം അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ആരെ കൊണ്ട് സാധിക്കും? അതുകൊണ്ടല്ലേ തങ്ങൾ നേരിൽ കേട്ട സഹാബാക്കളോട് പോലും പറഞ്ഞത്, പിൻഗാമികൾക്ക് കേട്ടത് തന്നെ പറഞ്ഞു കൊടുക്ക്, ഹർഫ് പോലും തെറ്റിക്കരുത്. മൻ ഖാല അലയ്യ മാ ലം അഖുൽ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്ത സുലാസിയായ ആദ്യത്തെ ഹദീസാണ്. ഹദ്ദസനൽ മക്കി ഇബ്നു ഇബ്രാഹിം ഖാല ഹദ്ദസനാ യസീദ് ഇബ്നു അബി ഉബൈദ് ഖാല ഹദ്ദസനാ സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി وسلم قال من قال علي ما لم أقل فليتبوأ مقعده من النار. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ഒരു ഹർഫ് പോലും മാറ്റരുത് എന്ന് സഹാബാക്കളോട് പറഞ്ഞു. കാരണം ആ ഹർഫിൽ നിന്ന് പോലും പിൻഗാമികൾക്ക് പലതും മനസ്സിലാക്കാനുണ്ട്. നമുക്കറിയാൻ പാടില്ലേ, നമസ്കാരം ഇമാമിനോടൊപ്പം ഒരാൾ കൂടിയിട്ട് അവസാനം ഇമാമിന്റെ ഒപ്പം മുഴുവൻ കിട്ടിയില്ല, ബാക്കി പൂർത്തിയാക്കേണ്ടി വന്നു. എന്ത് ചെയ്യണം? സ്വന്തം അഭിപ്രായമാണോ പറഞ്ഞത്? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞു, ബാക്കിയുള്ള റക്അത്തുകൾ പൂർത്തിയാക്കുമ്പോൾ നമസ്കാരത്തിന്റെ ആരംഭം നീ പൂർത്തിയാക്കണം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, നമസ്കാരത്തിന്റെ അവസാനം നീ പൂർത്തിയാക്കണം. 3ാമത്തെ റക്അത്തിൽ വന്ന് ചേർന്ന് ഒരാള് 3ഉം 4ഉം കിട്ടി, ബാക്കി 2 പൂർത്തിയാക്കണം. ളുഹർ നമസ്കാരത്തിന് എന്ത് ചെയ്യണം? ഇമാൻ 1ഉം 2ഉം റക്അത്താണോ ഇനി നമസ്കരിക്കേണ്ടത് സ്വന്തമായി? അതല്ല 3ഉം 4ഉം റക്അത്താണോ? ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, 3ഉം 4ഉം റക്അത്ത് നമസ്കരിക്കുക. കിട്ടിയത് 1ഉം 2ഉമായി കണക്കുകൂട്ട്. നിന്റെ നമസ്കാരത്തിന്റെ ആരംഭം അതാണ്. 1ഉം 2ഉമായി കണക്കുകൂട്ട്. എന്നിട്ട് നീ 3ഉം 4ഉം പൂർത്തിയാക്ക്. മാ അദറക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമു.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അദറക്തും ഫസല്ലു, ഇമാമോടൊപ്പം കിട്ടിയത് നിങ്ങൾ നമസ്കരിക്ക്. നിങ്ങൾക്ക് ഇമാമോടൊപ്പം കിട്ടാതെ വരുമ്പോൾ എന്നാണോ നഷ്ടപ്പെട്ടു പോയത് ഫാത്തിമു. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇമാമോടൊപ്പം കിട്ടി 2 റക്അത്ത്, അവന്റെ നമസ്കാരത്തിന്റെ 2 റക്അത്ത് കിട്ടി, ഇമാമോടൊപ്പം 2 റക്അത്ത് കിട്ടിയില്ല, അവനക്ക് ഇനി 2 റക്അത്ത് ബാക്കി നമസ്കരിക്കാനുണ്ട്, അതുകൊണ്ട് അവസാനത്തെ 2 റക്അത്ത് നമസ്കരിക്ക്. ഫാത്തിഹ ഓത്, സൂറത്ത് ഓതിയില്ലെങ്കിലും കുഴപ്പമില്ല, സൂറത്ത് ഓതാതെ നമസ്കരിക്ക്, 2 റക്അത്ത് പൂർത്തിയാക്കും. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇല്ല, ഇമാമോടൊപ്പം നിനക്ക് കിട്ടി അവസാനത്തെ 2 റക്അത്ത്, നിനക്ക് നഷ്ടപ്പെട്ടു പോയത് ആദ്യത്തെ 2 റക്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമാ ഫാതകും ഫഅതിമു, വമാ ഫാതകും ഫഅതിമു, പൂർത്തിയാക്കണം. ഒരു കയറ് കെട്ടി ഒരു സ്ഥലത്തുനിന്ന് കയറ് കുറെ കെട്ടി ഒരു തെങ്ങിൽ നിന്ന് അടുത്ത തെങ്ങിലേക്ക് കയറ് കെട്ടി അവിടെ എത്താറായപ്പോൾ കയറ് തീർന്നു പോയി, പൂർത്തിയാക്കാം, അപ്പുറത്തേക്ക് അടുത്ത കയറ് എഴിച്ചു കെട്ടാം. പക്ഷെ ഒരു കാര്യം, കെട്ടിയിരുന്ന കയറ് ഇവിടെ നിന്ന് വഴിക്ക് വെച്ച് പൊട്ടിപ്പോയി തുണ്ടായിട്ട് വന്നു. എന്നാൽ എന്ത് ചെയ്യണം? തിരിച്ചു വന്ന് ഈ കയറിന്റെ തുമ്പ് പിടിച്ച് ആദ്യം ഇവിടെ നിന്ന് കെട്ടിയിട്ട് പിന്നെ അവിടെ പൂർത്തിയാക്കണമോ? അപ്പോഴും പൂർത്തിയാക്കലായി ഇല്ല. അവിടെ പോയി കെട്ടിയിട്ട് അവിടെ അങ്ങോട്ട് വലിച്ചു കെട്ടാതെ ഇങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ട് അവിടെ കഷ്ണം ചേർത്ത് കൊടുത്തു, അപ്പോഴും പൂർത്തിയായി. ഇവിടെ കഷ്ണം ചേർത്ത് കൊടുത്തു, അപ്പോഴും പൂർത്തിയായി. ഇമാമിയങ്ങൾ പറഞ്ഞു 2 പൂർത്തിയാണ്. പക്ഷേ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം, തങ്ങളുടെ പരിശുദ്ധമായ വാക്കെന്താ? വമാ ഫാതകും വമാ ഫാതകും മാ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് കിട്ടിയത് നമസ്കരിക്കുക. വമാ ഫാതകും, നിങ്ങൾക്ക് ഏത് നഷ്ടപ്പെട്ടു പോയോ ഫാത്തിമു, അത് പൂർത്തിയാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തങ്ങളുടെ പരിശുദ്ധമായ വചനത്തിന്റെ ഹർഫുകൾ, ഹർക്കത്തുകൾ, അതിന്റെ ഓരോ ലഫ്ളുകളും വെച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, നമുക്ക് ഇതാണ് പഠിപ്പിച്ചു തന്നത്. വമാ ഫാതകും, ഏതാ നഷ്ടപ്പെട്ടു പോയത്? ആരംഭത്തിൽ ആദ്യത്തെ 2 റക്അത്ത് നഷ്ടപ്പെട്ടു പോയി, ഫാത്തിമു, ഇമാമോടൊപ്പം കിട്ടിയത് നമസ്കരിച്ചു. ഇനി പൂർത്തിയാക്കാനുള്ളത് ആദ്യത്തെ 2 അതുകൊണ്ട് ഫാത്തിഹായും സൂറത്തും ഓതി ആദ്യത്തെ 2 റക്അത്ത് നമസ്കരിക്കുക, അവ പൂർത്തിയാകും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എനിക്ക് ശേഷം ആളുകൾ വരും, ആളുകൾ വരുന്നവർ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്, യോഗ്യതയുള്ളവരാണ് എന്ന് അവരുടെ കയ്യിലാണ് കിട്ടിയത്. ഇവർ യോഗ്യതയുള്ളവരാണെന്ന് ആര് പറഞ്ഞു? അവർക്ക് ശേഷം വന്ന മുഴുവൻ ആളുകളും പറഞ്ഞു. അവർക്ക് ശേഷം വന്ന മുഴുവൻ ആളുകളും. സഹീഹുൽ ബുഖാരി തെളിവായിട്ട് എല്ലാവരും പറയുന്നില്ലേ? എന്താ ബുഖാരിയിൽ പറഞ്ഞേക്കുന്നത്? എടുത്തു നോക്കി, തർജമത്തുൽ ബാബ് വായിച്ചു നോക്കി. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ആദ്യം പറയുന്നു ഓരോരോ ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ, ഈ ഫുഖഹാക്കളുടെ അഭിപ്രായങ്ങൾ. ഇമാം മാലിക് അങ്ങനെ പറഞ്ഞു, ഇമാം താവൂസ് ഇങ്ങനെ പറഞ്ഞു, ഇമാം ഇക്രിമായി ഇങ്ങനെ പറഞ്ഞു, ഹസൻ ബസരി ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയും പറഞ്ഞു, എനിക്ക് പേര് തന്നെ പറയാൻ പേടിയാ, വഖാല ബഅദുന്നാസ്, ഞാൻ എങ്ങനെ പറയും എന്റെ മശായിഖന്മാരുടെ പേര് പറയാൻ തന്നെ എനിക്ക് പേടി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയുന്നു, ചില വലിയ വലിയ മഹാന്മാർ വഖാല ബഅദുന്നാസ് ഇങ്ങനെയും പറഞ്ഞു. എന്താ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അവരിലേക്ക് പോകുന്നത് എന്തിനാ? ഈ ഹദീസ് പറയുന്ന ആളുകൾ ഇത്രയും വലിയ മുഹദ്ദിസ് ആണെങ്കിൽ അദ്ദേഹം സ്വന്തം അഭിപ്രായം അങ്ങ് പറഞ്ഞാൽ പോരെ, എന്റെ അഭിപ്രായം ഇതാണെന്ന്. ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്തിനെ തൊട്ട് ചെയ്യുന്നു? അപ്പൊ അവര് സഹീഹുൽ ബുഖാരിയിൽ എഴുതാൻ യോഗ്യത ഉള്ളവരാണ് എന്ന് ഇമാം ബുഖാരി തന്നെ സമ്മതിക്കുന്നു. ഇമാം തിർമിദിയുടെ ജാമിഉ തിർമിദി എടുത്ത് വായിച്ചു നോക്കി, ഓരോരോ ഹദീസുകൾക്കും ശേഷം വഖാല അഹ്ലുൽ ഇൽം മിനസ് സഹാബത്തി വത്താബിഈൻ വഖാല അഹ്ലുൽ കൂഫ വഖാല അഹ്ലുൽ കൂഫ വഖാല സൗരി, ഓരോരുത്തരുടെയും അഭിപ്രായം ഇങ്ങനെ എടുത്തെടുത്ത് എണ്ണി പറയും. എന്താ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഇത്ര വലിയ മുഹദ്ദിസ് ഇവരുടെ പിന്നാലെ എന്തിനു പോകുന്നു? ആർക്കും ധൈര്യമില്ല ഇവരെ ഒഴിവാക്കാൻ ആർക്കും ധൈര്യമില്ല. എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി എന്ന സഹീഹുൽ ബുഖാരി എഴുതുന്നത്, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ മദ്ഹബ് മുഴുവൻ ക്രോഡീകരിച്ച് ഈ ലോകത്ത് നിന്ന് പോയപ്പോഴും ഇമാം ബുഖാരി ജനിക്കുന്ന കാര്യം ആലോചിച്ചിട്ട് പോലുമില്ല. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി ഹിജ്റ 150 വഫാത്താകുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഹിജ്റ 194 ജനിക്കുന്നു. എത്ര വർഷത്തിന് ശേഷം? 44 വർഷത്തിന് ശേഷം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി വഫാത്തായി 44 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ജനിക്കുന്നത്. അതിനുശേഷം പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം സഹീഹുൽ ബുഖാരി രചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഹദീസിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഹദീസ് അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിലുള്ള 23 സുലാസിയാത്തുകളാണ്. ഉലമാക്കൾക്കൊക്കെ അറിയാം.
ഈ സുലാസിയാത്തിന്റെ റിവായത്തുകൾ 21 ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹിയുടെ ഒറിജിനൽ ഹനഫികളായ ഉസ്താദന്മാരിൽ നിന്ന് റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറയണ്ടായിരുന്നു, ഹനഫിയോ അങ്ങേരുടെ അടുത്ത് ഹദീസ് സ്വീകരിക്കാൻ കൊള്ളൂല. ഒന്നാമത് ഹനഫിയാക്കൾക്ക് അബൂ ഹനീഫക്ക് ഹദീസ് അറിയാൻ പാടില്ല, ഹദീസ് അറിയാൻ പാടില്ല. പിന്നെ ഹദീസ് അറിയാൻ പാടില്ലാതെ പുതിയ ബിദ്അത്ത് ഉണ്ടാക്കി വെച്ച ആളെ പിൻപറ്റി നടക്കുന്ന ഈ മുഹദ്ദിസീങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ശൈഖന്മാർ, അവരുടെ ഹദീസേ പറ്റൂലെന്ന്. പക്ഷേ ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അന്തസ്, അഭിമാനം, മാബിഹിൽ ഇംതിയാസ്, ഈ സുലാസിയാത്തായ 3 വാസിത്തയോട് കൂടി കിട്ടിയ ഹദീസാണ്. അതിൽ 21 ഈ മഹാന്മാരിൽ നിന്ന്, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലായെ പിൻപറ്റുന്ന മഹാന്മാരിൽ നിന്ന്, അദ്ദേഹത്തിന്റെ മശായിഖന്മാരെ എണ്ണി നോക്കി ധാരാളം ശാഫിഈ മദ്ഹബിനെ സ്വീകരിച്ച ആളുകൾ. ഇമാം ശാഫിഈ റഹ്മഹുല്ലായുടെ ഉസ്താദ് ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി, വകീഇ ഇബ്നുൽ ജറാഹ് റഹ്മഹുല്ലാ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലായുടെ നേരെ ശിഷ്യനും ഹനഫി മദ്ഹബുകാരനുമാണ്. അദ്ദേഹത്തിൽ നിന്നുമാണ് ഇമാം ശാഫിഈ റഹ്മഹുല്ലാ ഇൽമു പഠിക്കുന്നത്. ഇങ്ങനെ മുഹദ്ദിസീങ്ങളെ പരിശോധിച്ചാൽ ഇമാമെ ബുഖാരി റഹ്മഹുല്ലാ ശാഫിഈ മദ്ഹബിനെ പിൻപറ്റുന്ന ആളാണ്. ഇമാം തിർമിദി റഹ്മഹുല്ലാ ശാഫിഈ മദ്ഹബിനെ പിൻപറ്റുന്ന ആളാണ്. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാ ഹംബലി മദ്ഹബുകാരനാണെന്ന് അഭിപ്രായമുണ്ട്. ഇമാം നസഈ, ഇമാം ഇബ്നു മാജ റഹിമഹുമുല്ലാ ഇവരല്ല. ഇമാം നസഈ റഹ്മഹുല്ലാ ശാഫിഈ മദ്ഹബുകാരനാണ്. ഇമാം ഇബ്നു മാജ ശാഫിഈ മദ്ഹബുകാരനാണ്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ ശാഫിഈ മദ്ഹബുകാരനാണ്. പിന്നെ ആരടുക്കലേക്കാണ് ഇവർ വിളിക്കുന്നത്? നമ്മളെ ഇതില്ലാത്ത ആളുകൾ, ഇവരെടുക്കൽ നിന്ന് ഹദീസ് പഠിക്കാതെ ഏത് മുഹദ്ദിസീങ്ങളെയും പറയും മുഹദ്ദിസീങ്ങളായി പിന്നീട് വന്നവരെല്ലാം ഈ മഹാന്മാർക്ക് ശേഷം വന്നവരാണ്, അവരെല്ലാം ഇവരെ അംഗീകരിക്കുന്നവരുമാണ്. ഇത്ര മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ ലോകത്തെ ഹദീസിനെയും തഫ്സീറിനെയും അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. എല്ലാവരും അംഗീകരിക്കുന്നവരാണ്. ഈ മദ്ഹബ് തഖ്ലീദ് വേണ്ട എന്ന് പറയുന്ന ആളുകൾ എവിടെ നിന്നാണ് വരുന്നത്? നേരെ ജിബ്രീലിന്റെ അടുത്ത് നിന്ന് ഖുർആൻ കേട്ടവരാണോ? അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹദീസ് കേട്ടവരാണോ? ഹദീസ് പഠിച്ചിട്ട് ഹദീസിന്റെ ആശയം ആരിൽ നിന്നാണ് ഇവർ പറയുന്നത്? ഇവരുടെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്കി വേണ്ട എന്ന് പറയുന്നതിന് തെളിവായി പറഞ്ഞിരിക്കുന്ന ഹദീസുകൾ, ആ ഹദീസുകളും ആയത്തുകളുടെയും വിവരണങ്ങൾ പറഞ്ഞ അതിനെ നിവേദനം ചെയ്ത പരമ്പരയിലുള്ള ആളുകളെ കുറിച്ചുള്ള വിശകലനം എടുത്തു നോക്കി എന്ത് പറയും? ഖാല ഇബ്നു ഹജർ, ഖാല അൻ-നസഈ, ഖാല അബൂ സുർഅ, ഖാല അൽ-ബുഖാരി. നോക്കിൻ അവരുടെ പുസ്തകങ്ങളിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ഇബ്നു ഹജർ അസ്കലാനിയുടെ കിതാബിൽ നിന്ന്, ഫത്ഹുൽ ബാരിയിൽ നിന്ന്, ഇബ്നു ഹജർ അസ്കലാനിയുടെ തഹ്ദീബിൽ നിന്ന്, തദ്കിറത്തുൽ ഹുഫാൽ ഇമാം ദഹബിയുടെ തദ്കിറയിൽ നിന്ന്, ഇസ്തിആബിൽ നിന്ന്, ഇബ്നു അബ്ദുൽ ബർ അൽ മാലിക്കിയുടെ ഇസ്തിആബിൽ നിന്ന് എല്ലാം എടുത്തെഴുതിയേക്കുന്നത്. ഇവരെല്ലാം പറഞ്ഞു. ഇവര് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ? ഇവരെല്ലാം മാക്കൂട്ടത്തിൽപ്പെട്ടവരല്ലേ? പിന്നെ എന്താ ഇവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെക്കുന്നത്? ആലിമീങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ഇത് മാത്രം നോക്കിയാൽ പോരെ? പിന്നെ എന്തിനു തെളിവന്വേഷിച്ച് നടക്കുന്നു? നമ്മുടെ കിതാബുകൾ എന്തിനാ പറയുന്നത്? അവരുടെ കിതാബ് തന്നെ പറയും. നിങ്ങൾ ഈ കിതാബെല്ലാം മുഴുവൻ മാറ്റി, ഈ മുഖല്ലിദീങ്ങളെ മുഴുവൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നേരെയുള്ള ഹദീസ് കൊണ്ടുവരാൻ പറയും. ബുഖാരിയും ഞങ്ങൾക്ക് അംഗീകാരമില്ല, കാരണം ഷാഫിഈ മദ്ഹബുകാരനാണ്. മുസ്ലിം അംഗീകാരമില്ല, ഷാഫിഈ മദ്ഹബുകാരനാണ്. അവരൊക്കെ ആളുകളാണ്. മാറ്റി നിർത്തി വേറെ ഹദീസ് കൊണ്ടുവരാൻ പറയുന്നവരോട്. ഇമാം ബുഖാരി ഷാഫിയാണ്, ഇമാം മുസ്ലിം ഷാഫിയാണ്. ഇത് നമ്മൾ പറഞ്ഞുണ്ടാക്കിയതൊന്നുമല്ല. ഇന്ത്യയിലെ അഹ്ലുൽ ഹദീസിന്റെ ഗൈർ മുഖല്ലിദീങ്ങളുടെ ഏറ്റവും വലിയ നേതാവായി അറിയപ്പെടുന്ന വലിയ മഹാപണ്ഡിതനായ സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജി, അദ്ദേഹത്തിന്റെ ഈ കിതാബ് അൽ ഖുത്ത ബിദിക്രി അസ്ഹാബി സിത്ത എന്ന് പറഞ്ഞ് സിഹാഹു സിത്തയുടെ മുസന്നിഫീങ്ങളുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ആ ചരിത്രത്തിൽ അദ്ദേഹമാണ് ഇത് എഴുതുന്നത്. വേറെ ആരുടെയും കിതാബിൽ ഞാൻ പറയുന്നില്ല. അവരുടെ കിതാബിൽ തന്നെ അദ്ദേഹത്തിന്റെ അബ്ജദുൽ ഉലൂമിൽ എടുത്തു നോക്കി അതിലെഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ ഈ മദ്ഹബുകാരായിരുന്നു. ലോകത്തിന് അടുത്ത കാലത്ത് അറിയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ ഹദീസിന്റെ പണ്ഡിതൻ അബ്ദുറഹ്മാൻ മുബാറക് പൂരി ജാമിഉ തിർമിദിയുടെ ശറഹ് തുഹ്ഫത്തുൽ അഹ്വദിയുടെ മുസന്നിഫ് അതിന്റെ മുഖദ്ദിമ എടുത്ത് നോക്കി ഈ ആളുകളെ കുറിച്ച് മദ്ഹബിന്റെ ആളുകളാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു, സമ്മതിക്കുന്നു. വേറെ ആരും പറയണ്ട, അവര് തന്നെ പറയട്ടെ. അവർ തന്നെ പറയുന്നു ഈ മുഹദ്ദിസീങ്ങൾ മുഴുവനും മദ്ഹബിനെ അംഗീകരിച്ചവരാണ്. ഒരാൾ ഷാഫിയാണ്, ഒരാൾ ഹംബലിയാണ്, ഒരാൾ മാലിക്കിയാണ്, ഒരാൾ ഹനഫിയാണ്. അവർ തന്നെ തെളിവായിട്ട് പറയുന്ന കിതാബുകൾ മുഴുവൻ ഈ മദ്ഹബിനെ പിൻപറ്റിയ ആളുകളുടെ കിതാബ്. ഒരു ഹദീസിന്റെ വിശദീകരണം വന്നാൽ എവിടെ നിന്ന് വരും? ശറഹ് മുസ്ലിം ലിൻ നവവി,
ശറഹ മുസ്ലിമിൽ നിന്ന് എഴുതിയതാ. സഹീഹുൽ ബുഖാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസിന്റെ വിശദീകരണം വേണം, എവിടെ നിന്ന് എഴുതും? ഖാല ഇബ്നു ഹജർ ഫീ ഫത്ഹിൽ ബാരി, ഖാല ബദ്റുദ്ദീൻ അൽ ഐനി അൽ ഹനഫി ഫീ ഉംദത്തുൽ ഖാരി. ഈ ഫത്ഹുൽ ബാരിയിൽ നിന്ന്, ഉംദത്തുൽ ഖാരിയിൽ നിന്ന്, കൗകബുദ്ദിറാരിയിൽ നിന്ന്, കിർമാനിയുടെ ശറഹിൽ നിന്ന്, ഖസ്തലാനിയിൽ നിന്ന്, ഇർഷാദു സാരിയിൽ നിന്ന്, ഇതിൽ നിന്നല്ലാതെ ഇവർ എവിടെ നിന്ന് പറയും? അപ്പൊ ഇവരും എന്താണ് ചെയ്യുന്നത്? നമ്മൾ മുൻഗാമികളായ മഹാന്മാരായ ഇമാമിയങ്ങളെ തഖ്ലീദ് ചെയ്തു, ഇവർ ശേഷം വന്ന അവരെ പിൻപറ്റിയ പിൻഗാമികളെ തഖ്ലീദ് ചെയ്തു. കൂടുതൽ ഉറപ്പുള്ള ഈ പിൻഗാമികൾ മുഴുവനും ഞങ്ങളെക്കാൾ യോഗ്യരാണ് എന്ന് മുഴുവൻ ആളുകളും സമ്മതിച്ചിട്ടുള്ള. ഇനി തഖ്ലീദിന് തെളിവ് വേണമെങ്കിൽ സമയം തീർന്നു, ഞാൻ പറയുന്നില്ല. പിന്നെ കിതാബുകൾ എല്ലാവരും ചോദിക്കുമെന്ന് പറഞ്ഞു. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മഹുല്ലാഹിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ അൽ ഇൻസാഫ് ഫീ ബയാനി സബബിൽ ഇഖ്തിലാഫ് ഇഖ്ദുൽ ജീദ് ഫീ മസലത്തിൽ ഇജ്തിഹാദി വ തഖ്ലീദ്, അദ്ദേഹത്തിന്റെ കിതാബുകൾ ലിസാലാക്കലുണ്ട്, 3 എണ്ണം. വായിച്ചു നോക്കിക്കോളീൻ. മുഖദ്ദമ ഇബ്നു ഖൽദൂൻ വായിച്ചു നോക്കിക്കോളീൻ. അത്ത്-തഹ്രീർ ഫീ ഉസൂലിൽ ഫിഖ് ഇബ്നു ഹുമാം റഹ്മഹുല്ലാഹിയുടെ ജംഉൽ ജവാമി, ഇമാം മഹല്ലി റഹ്മഹുല്ലാഹിയുടെ ജംഉൽ ജവാമിയിൽ നോക്കിക്കോളീൻ. ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മഹുല്ലാഹിയുടെ ശറഹ് മുസ്ലിമിൽ നോക്കിക്കോളീൻ. തഫ്സീർ വേണോ? തഫ്സീർ മദ്ഹരിയിൽ നോക്കിക്കോളീൻ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അതിൽ മദ്ഹബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ധാരാളം കിതാബുകൾ ഏതിൽ വേണമെങ്കിലും നോക്കിക്കോളീൻ. ഈ മഹാന്മാരെ കുറിച്ച് പഠിക്കണോ? അവരുടെ ചരിത്രവും പഠിച്ചോളീൻ. അബ്ദുൽ വഹാബ് ഷഅറാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മീസാനുൽ കുബ്രായിൽ ഈ വിഷയം പറയുന്നുണ്ട് തഖ്ലീദിനെ സംബന്ധിച്ച്. പിന്നെ ഇതൊക്കെ മദ്ഹബിനെ അംഗീകരിച്ച ആളുകളാണ്. ഞാൻ ഈ കിതാബിന്റെ ഇബാറത്തെല്ലാം പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അവസാനം പറയുമ്പോൾ ഇതെല്ലാവരും പറയണ കുറെ കിതാബിന്റെ ഇബാറത്ത് പറഞ്ഞു പോയി, അതെല്ലാം മദ്ഹബ് വേണമെന്ന് പറയുന്ന ആൾക്കാരാ. വേണ്ടാന്ന് പറയുന്ന ആൾക്കാർ ഇവരെ അംഗീകരിച്ച കാര്യമാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറയുന്ന ആളുകളുടെ കിതാബിൽ നിന്ന് തന്നെ പറയുന്നത്. അവരെല്ലാം അംഗീകരിച്ചു. ഈ മുഹദ്ദിസീങ്ങൾ മുഴുവൻ അംഗീകരിച്ചു എന്ന് ഇവര് തന്നെ സമർത്ഥിക്കുന്നു. അതുകൊണ്ട് നമുക്കും ഒരു കാര്യം ചെയ്യാം. ഈ കാലം മുഴുവനും മുൻഗാമികളായ മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, അതിനുശേഷം വന്ന ഉമ്മത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാർ, അംഗീകരിക്കപ്പെടുന്ന മുഴുവൻ ആളുകളും, അറിവുള്ളവരും ഉലമാക്കളും, ലോകത്തുള്ള ഉമ്മത്തിന്റെ ഭൂരിഭാഗവും അംഗീകരിക്കുന്ന വഴി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൂടുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പെരുത്താളുള്ള അടുത്ത് കൂടി ഇത്തബിഉസ് സവാദൽ അഅ്ലം. മുഹദ്ദിസീങ്ങളെ മുഴുവൻ ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ എണ്ണി നോക്കിക്കോളീൻ. വിരലിൽ എണ്ണാവുന്ന ആരെങ്കിലും 1-2 പേര് കാണും അവര് മദ്ഹബ് വേണ്ടാന്ന് പറയുന്ന ആളുകൾ. ദാവൂദ് ദാഹിരി റഹ്മഹുല്ലാ വലിയ മുഹദ്ദിസാണ്, വലിയ ആലിമാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മദ്ഹബ് വേണ്ട, ലാഹിരി മതി എന്ന് പറഞ്ഞ് ഫിഖ്ഹ് ലാഹിരി ഉണ്ടാക്കി. അബദ്ധം പറ്റി. ഹദീസ് വന്നു, ലാ യബൂലന്ന അഹദുക്കും ഫിൽ മാഇർ റാകിദ് ഫിൽ മാഇ ദായിം വയഗ്തസിലു ഫീ. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ആരും മൂത്രം ഒഴിക്കരുത്, അതിൽ കുളിക്കുകയും ചെയ്യരുത് എന്ന് ഹദീസ്. അദ്ദേഹം പറഞ്ഞു, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ആരെങ്കിലും പോയി മൂത്രം നേരിട്ട് ഒഴിച്ചാൽ വെള്ളം നജസാവും. ഒരാൾ വെളിയിൽ വെച്ചൊരു പാത്രത്തിൽ മൂത്രം ഒഴിച്ചിട്ട് കൊണ്ടുവന്ന് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു, അല്ലെങ്കിൽ കരയ്ക്ക് കയറിയിരുന്ന് മൂത്രം ഒഴിച്ചപ്പോൾ അത് ഒഴുകി വന്ന് വെള്ളത്തിൽ വീണു, വെള്ളം നജസാവില്ല. ആരെങ്കിലും ഇങ്ങനെ പറയൂ? അവർക്ക് പറ്റിയ അബദ്ധമാണ്. ഇമാം നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ വളരെ അത്ഭുതത്തോടു കൂടി ഈ കാര്യം എടുത്തു പറഞ്ഞു. എന്നാ ദാവൂദ് ലാഹിരി മോശക്കാരനാണോ? ജംഉൽ ജവാമി എടുത്തു നോക്കി, ജബലും മിൻ ജിബാലിൽ ഇൽം. സാധാരണക്കാരനൊന്നുമല്ല, വലിയ മഹാനാണ്, വലിയ മഹാൻ, വലിയ ആലിമാണ്. പക്ഷേ ലാഹിരി ഫിഖ് ഹദീസിന്റെ ലാഹിർ മാത്രം, ബാഹ്യമായത് മാത്രം മനസ്സിലാക്കിയപ്പോ പാവത്തിന് അബദ്ധം പറ്റി. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നേരിട്ട് മുള്ളിയ വെള്ളം നജസാകും, പാത്രത്തിൽ മുള്ളിയിട്ട് അതിൽ ഒഴിച്ചാൽ നജസാകും. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പോലും ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാ. പക്ഷെ അവിടം വരെ എത്തിപ്പോയി. അല്ലാമ ഇബ്നു ഹസ്ം ലാഹിരി ഫിഖ്ഹിന്റെ വലിയ മഹാനാണ്. മുഹല്ല വലിയ കിതാബ്, പ്രസിദ്ധമായ കിതാബുണ്ട് ഹദീസിന്റെ. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്, എത്ര യാത്രയാണെങ്കിലും സഫറിന് മസാഫത്തൊന്നും കണക്കല്ല, യാത്ര ചെയ്താൽ ഖസ്റാക്കാം. കാരണം എന്താ? അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സലാത്ത്. മോമിനീങ്ങളെ, നിങ്ങൾ ലറബ്തും ഫിൽ അർളി, യാത്ര ചെയ്താൽ നമസ്കാരം കസ്റാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലാഹ് ഒരു ദൂരപരിധിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഖസീറു സഫർ ആണെങ്കിലും തവീലു സഫർ ആണെങ്കിലും ഏത് സഫറിലാണെങ്കിലും നമസ്കാരം കസ്റാക്കാം. അദ്ദേഹത്തിന്റെ നിയമമാണ്. പാവത്തിന് അബദ്ധം പറ്റി. ഞാൻ ചോദിക്കട്ടെ, ഒരാള് 1/2 കിലോമീറ്റർ അപ്പുറത്താ താമസിക്കുന്നത്, പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ ലറബ്തും ഫിൽ അർളി, അയാളും യാത്ര ചെയ്തു. പള്ളിയിൽ വന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുന്നു.
കസ്റാക്കണം. എന്താ അല്ലാഹ് പറഞ്ഞേക്കണ, ഇദാ ലറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹ് അൻ തഖ്സുറു മിനസ് സ്വലാത്ത്. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ പാവ മനുഷ്യനൊക്കെ അപ്പുറവും കൂടെ ഓതിക്കൂടായിരുന്നോ? ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുൽ ലദീന കഫറു. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞു, കാഫിരീങ്ങളെ നിങ്ങൾ പേടിച്ചാൽ നിസ്കരിക്കാനാ. അപ്പൊ പേടിയൊക്കെ തീർന്നു പോയി. മക്കം ഫതഹായതോടുകൂടി ഇനി സഫറിൽ കസ്റേ ഇല്ല. മക്കത്തും മദീനത്തും ഹിജാസിന്റെ നാടുകളിലും ഒന്നും ഇല്ല എന്നല്ലേ പറയേണ്ടത്. അങ്ങോട്ട് ചിന്തിച്ചില്ല. ഇദാ ലറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹ്. എത്ര സംഭവങ്ങൾ. ഒരു വലിയ മുഹദ്ദിസ് ഇമാം ഖത്താബി റഹ്മഹുല്ലാ പറയുന്നു, എന്റെ ഒരു ഉസ്താദ് ഹദീസ് നിവേദനം ചെയ്തു. എന്താ? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹൽഖി ഖബ്ലൽ ജുമുഅ. അനിൽ ഹൽഖി ഖബ്ലൽ ജുമുഅ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ നമസ്കാരത്തിന് മുമ്പ് ഹൽഖ്, തല മൊട്ടയടിക്കുന്നത് തടഞ്ഞിരിക്കുന്നു. ഇമാം ഖത്താബി റഹ്മഹുല്ലായുടെ ശൈഖാണ്. അദ്ദേഹം ഹദീസ് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹൽഖി ഖബ്ലൽ ജുമുഅ. ഇമാം ഖത്താബി റഹ്മഹുല്ലാ പറഞ്ഞു, ഉസ്താദേ, അനിൽ ഹൽഖി അല്ല, അനിൽ ഹിലഖി എന്നാണെന്ന് പറഞ്ഞു. ഹൽക്കത്തിന്റെ ജമ്മാണ് ഹിലക്ക്. ജുമാ നമസ്കാരത്തിന് മുമ്പ് വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അല്ലാഹു അക്ബർ. ഉസ്താദ് തലയെ കൈവച്ച് പറഞ്ഞു, പൊന്നു മോനെ, 40 കൊല്ലമായി ഞാൻ കഷ്ടപ്പെടുന്നു. വെള്ളിയാഴ്ച ജുമായ്ക്ക് മുമ്പ് ഞാൻ തലമുട്ടയടിക്കാറില്ല. ഈ ഹദീസ് കിട്ടിയതിന് ശേഷം ഇന്ന് നീയാ എനിക്ക് പറഞ്ഞു. ഇപ്പോഴാ എനിക്ക് മനസ്സിലായി. ഒരു മുഹദ്ദിസ് അദ്ദേഹം ഇസ്തിൻജ ചെയ്ത ഉടനെ വിത്ർ നിസ്കരിക്കും. മൂത്രമൊഴിച്ച് കഴുകിയാൽ, കക്കൂസിൽ പോയി കഴുകിയ ഉടനെ വന്ന് വിത്ർ നിസ്കരിക്കും. എന്താ കാര്യം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹദീസിൽ, മനിസ്തജ്മറ ഫൽയൂതിർ. മനിസ്തജ്മറ ഫൽയൂതിർ. ഇസ്തിൻജ ചെയ്താൽ ഫൽയൂതിർ, ഒറ്റയാക്കണമെന്ന്. ആ പാവം വിചാരിച്ചു ഫൽയൂതിർ ഔതറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ നിസ്കരിച്ചു എന്ന്. ഫൽയൂതിർ, അതുകൊണ്ട് വിത്ർ നിസ്കരിക്കണം. മൂത്രമൊഴിച്ച് wudu എടുത്ത് വന്ന് വിത്ർ നിസ്കരിക്കും എല്ലാ നേരത്തും. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഫൽയൂത്തിർ എന്ന് പറഞ്ഞാൽ അതല്ല. ഫൽയൂത്തിർ എന്ന് പറഞ്ഞാൽ ഇസ്തിൻജ ചെയ്യുമ്പോൾ ചെയ്യുന്ന കല്ല് ഒറ്റയായിട്ട് 1, 3, 5, 7 ആയിട്ട്. ആ ഈത്താറിന്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഒറ്റയായിട്ട് നിങ്ങൾ ഇസ്തിൻജ ചെയ്യണമെന്നാ പറഞ്ഞത്. അദ്ദേഹം തലേ കൈ. ഒന്നേകാല് വരെ സമയം തന്നുള്ളൂ, 15 മിനിറ്റ് കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞ് പുറകിൽ എന്നെ പിടിച്ചു നിർത്തുന്നു. പിന്നെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇങ്ങനെയൊക്കെയാണ് മുഹദ്ദിസീങ്ങൾക്ക് ലാഹിർ മാത്രം എടുക്കുമ്പോൾ അബദ്ധം പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകൾ എഴുതി വെച്ച പിൻകാല കിതാബിന്റെ ഇബാറത്തുകൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തിയാൽ നിങ്ങൾ പറയും, ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം, ഇത് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല, ഇത് അവരും സമ്മതിക്കില്ല എന്ന്. അവർ സമ്മതിക്കുന്ന കാര്യം തന്നെയാ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലത്തുമുള്ള ആളുകളോട് പറഞ്ഞു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെയും അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. വഉലിൽ അംരി മിൻകും. സഹാബാക്കളോട് സഹാബാക്കളുടെ കാലത്ത് പറഞ്ഞു, താബിഈങ്ങളുടെ കാലത്ത് താബിഈങ്ങൾ ഇതേ ആയത്തോതി അവരോട് പറഞ്ഞു, വഉലിൽ അംരി മിൻകും. അല്ലാഹുവും റസൂലും പറഞ്ഞ ഖുർആനും ഹദീസും വെച്ച് നിങ്ങളുടെ കാലത്തുള്ള ഉലമാക്കൾ, പണ്ഡിതന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനനുസരിച്ച് തബഉ താബിഈങ്ങളുടെ കാലമായി വഉലിൽ അംരി മിൻകും. നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് ഉലുൽ അംർ. അവർ പറയുന്നതിനനുസരിച്ച് ഇന്നോളം ഇനി ഖിയാമത്ത് നാൾ വരെയും നേരായ വഴിയിൽ പറഞ്ഞു തരുന്ന ഉലമാക്കൾ ആരാണോ ഉള്ളത്? അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ അനുസരിക്കുക അവന്റെ കിതാബ് ഖുർആനിനെ വെച്ച്, അവന്റെ നബിയെ റസൂലിനെ അനുസരിക്കുക അവർ തങ്ങളുടെ ഹദീസ് വെച്ച്. ഇത് രണ്ടും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിങ്ങളുടെ കാലത്തുള്ള ഉലമാക്കൾ പറഞ്ഞു തരുന്നത് എന്താണോ ആ ഉലുൽ അംർ, യഥാർത്ഥ ഉലമാക്കൾ. ആരെങ്കിലും ആലിമെന്ന് പറഞ്ഞ് വന്നാ പോരാ. വന്നാൽ ഇതുപോലെ പറ്റും, ഇസ്തിൻജാ ചെയ്തിട്ട് വിത്ർ നിസ്കരിക്കേണ്ടി വരും, 40 കൊല്ലം മൊട്ടയടിക്കാതിരിക്കേണ്ടി വരും, ഇങ്ങനത്തെ ഗതികേട് വരും. അങ്ങനത്തെ അല്ലാത്ത യഥാർത്ഥ ഉലമാക്കളെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞത്. അമ്രിന് അവകാശമുള്ളവർ, ദീനിന്റെ കാര്യങ്ങൾ പറയാൻ യോഗ്യതയുള്ളവർ, നടപ്പാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൽപ്പിക്കാൻ അവകാശമുള്ള ആളുകൾ, അങ്ങനത്തെ യഥാർത്ഥ പണ്ഡിതന്മാരുടെ വഴി ഏതാണ്? ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല ഉലിൽ അംരി മിൻകും. ഈ മദ്ഹബിനെ അംഗീകരിച്ച് ഉലമാക്കളെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾ, ഈ കാലം മുഴുവനും വന്ന മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മുഅർരിഖീങ്ങൾ, ഫുഖഹാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ കോടിക്കണക്കിന് ഔലിയാക്കൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു. മുഴുവൻ ഔലിയാക്കളുടെയും നേതാവായ ഖുതുബുൽ അഖ്താബ് ഖൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അദ്ദേഹം ഹംബലി മദ്ഹബുകാരനായിരുന്നു. ആദ്യം ഷാഫിഈ മദ്ഹബുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഹംബലി മദ്ഹബ് ശോഷിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി ഹംബലിയായി. പാടുന്നതല്ലേ കാശ് മേടിച്ച്, അശ്ശാഫിഈയ ഫസിർതൽ ഹംബലിയ ബിലാ.
ആദ്യം ഷാഫി ആയിരുന്നു, പിന്നെ ഇപ്പൊ ഹംബലിയായി എന്നൊക്കെ പറഞ്ഞ് പാടി കാശ് മേടിക്കുകയും ചാപ്പാടടിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. എന്നാലും നമുക്ക് പേടി. ഇങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളായ എത്രയോ മഹാന്മാരുടെ പേരുകൾ പറയാം. ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റഹ്മഹുല്ലാ, ഖാജ നിസാമുദ്ദീൻ ഔലിയ, ഖാജ മുഹമ്മദ് സാബിർ കല്ലീരി റഹ്മഹുല്ലാ, മിർസ മൽഹറ ജാനാൻ റഹ്മഹുല്ലാ, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മഹുല്ലാ, മുജദ്ദിദ് അൽഫസാനി ഷെയ്ഖ് അഹ്മദ് ഫാറൂഖി സർഹിന്ദി റഹ്മഹുല്ലാ. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ജീവിച്ചിരുന്ന അള്ളാഹുവിന്റെ കോടിക്കണക്കായ ഔലിയാക്കൾ, മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ എല്ലാം അവരവരുടെ കാലത്ത് ഈ ഉലുൽ അംറിനെ തന്നെ അനുസരിച്ച് ജീവിച്ചു. ഖിയാമത്ത് നാൾ വരെ നമ്മളുടെയും ബാധ്യത അതാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് അനുസരിക്കണമെന്ന്. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും. അതുകൊണ്ടാണ് പിൻഗാമികളായ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, മഹാന്മാരായ മുതഅഖിരീങ്ങളായ ഫുഖഹാക്കൾ പറഞ്ഞത് തഖ്ലീദ് വാജിബ് ലിഗൈരിഹി ആണ്. കാരണം തഖ്ലീദ് ഇല്ലാതെ ഇന്ന് ജീവിച്ചാൽ അവൻ വഴിതെറ്റി പോകും. ഗൈറു മുഖല്ലിദീങ്ങളുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന മുഹമ്മദ് ഹുസൈൻ ബട്ടാൽവി അദ്ദേഹം എഴുതുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കിതാബിൽ, സ്വന്തം കിതാബിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, സ്വന്തം മദ്ഹബ് നിഷേധിയാണ്, ഗൈറു മുഖല്ലിദീങ്ങളുടെ റഈസാണ്, നേതാവാണ്, അവരുടെ അല്ലാമത്തു ദഹ്റാണ്. അദ്ദേഹം സ്വന്തം കിതാബിൽ എഴുതുന്നു, 25 വർഷത്തെ എന്റെ പരിചയമാണ്, അനുഭവമാണ്, ആര് തഖ്ലീദ് വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം അവൻ മുജ്തഹിദ് അല്ലാതിരിക്കുന്നതിനോട് കൂടി സ്വന്തം ഇഷ്ടപ്രകാരം അവൻ തീരുമാനിക്കുന്നു. എന്റെ അനുഭവമാണ്, അവൻ വഴിതെറ്റിപ്പോകും, അവസാനം കുഫറിലേക്ക് ചെല്ലും, കുറെ പേര് യഹൂദിയാകും, കുറെ പേര് നസ്രാനിയാകും, കുറെ പേര് സിന്ദീഖായി പോകും. ഇതാണ് അനുഭവം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ ഇമാമിങ്ങളെ പിൻപറ്റി ജീവിക്കലല്ലാതെ രക്ഷയില്ല എന്ന് അദ്ദേഹം എഴുതാൻ നിർബന്ധിതനായി. 25 വർഷത്തെ എന്റെ പരിചയമാണ്, എന്റെ അനുഭവമാണ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഈ കാര്യം പിന്നെ എന്തിനു നമ്മൾ പേടിക്കുന്നു? അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി അനുസരിക്കുകയും നടപ്പിലാക്കുകയും അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും, ഈ ഇത്തബിഉസ് സവാദൽ അഅ്ലം ലോകം മുഴുവൻ അംഗീകരിച്ച ആ ഭൂരിപക്ഷത്തിന്റെ കൂട്ടത്തിൽ കൂടി അലൈക്കും ബിൽ ജമാഅ ഫമൻ ശദ്ദ അനിൽ ജമാഅതി ശുദ്ദ ഫിന്നാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒറ്റപ്പെട്ടു പോകല്ലേ, എല്ലാവരുടെയും കൂട്ടത്തിൽ നിൽക്ക്, ശൈത്താൻ പിടിച്ചുകൊണ്ട് പോകും. അലൈക്കും ബിൽ ജമാഅ ഫഇന്ന ശൈത്താന യഖുദു ശാദത വൽ ഖാസിയത വൻ നാഹിയ. അതുകൊണ്ട് എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടി, ഭൂരിപക്ഷത്തിന്റെ കൂട്ടത്തിൽ കൂടി നമുക്ക് ജീവിച്ച് എല്ലാവർക്കും ചേർന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാം. സ്വർഗത്തിൽ എല്ലാവരും ചേർന്നാ വരുന്നത്. കുടുംബക്കാരും മുഴുവനും എല്ലാ നല്ല ആൾക്കാരും ചേർന്ന് സ്വർഗത്തിൽ വരും. മിനൻ നബിയ്യിന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ ദാലികൽ ഫദ്ലു മിനല്ലാഹ്. ആ വഴിയിലേക്ക് പോകാം. അല്ലാതെ മുഅ്മിനീങ്ങൾ നടക്കുന്ന വഴിക്കല്ലാതെ വേറെ വഴിക്ക് പോയി അള്ളാഹുവിന്റെ താക്കീത് ഓർമ്മ വെക്കുകയും വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. മുഅ്മിനീങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ നേരായ വഴിയിൽ, എല്ലാവരും പോകുന്ന വഴിയിൽ വരാതെ ഒറ്റപ്പെട്ട് വേറെ വഴിക്ക് തിരിഞ്ഞു നടന്നാൽ അല്ലാഹ് പറയുന്നു, അവനെ തിരിച്ചു കൊണ്ടുവരണ പണിയേ എനിക്കില്ല. നുവല്ലിഹി മാ തവല്ല, പോയ വഴി കടിച്ചു വിട്ടേക്കും, അവസാനം കാണാം വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. അല്ലാഹുവിന്റെ ഈ കടുത്ത താക്കീതും ഓർമ്മ വെച്ച് അല്ലാഹുവിനെ അനുസരിച്ച് ഇതിനെ പിൻപറ്റി ജീവിക്കൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാകുകയും ഏകദേശം ഇത് ആവശ്യമാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ട് കാണും എന്നെനിക്ക് തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ബോധ്യപ്പെടുത്തി തരാൻ സാധിച്ചുവെങ്കിൽ അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം. ഫലില്ലാഹിൽ ഹംദു അവ്വലം വ ആഖിറം വ ളാഹിറം വ ബാത്തിന. എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ ഫമിന്നി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം താമസിച്ചെങ്കിലും ക്ഷമിച്ചിരുന്നതിന് എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം തരുമാറാകട്ടെ. താമസിച്ചതിന്റെ പേരിൽ വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്ത ഉസ്താദന്മാർക്ക് അല്ലാഹു തആല നല്ല പ്രതിഫലം കൊടുത്ത് നേരായ നിലയിൽ ചിന്തിക്കാനുള്ള ഭാഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.